السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم وبارك على رسولك ونبيك محمد صلى الله عليه وسلم كما صليت وسلمت وباركت على سيدنا إبراهيم وعلى آل سيدنا إبراهيم في العالمين إنك حميد مجيد. പ്രശാന്തമായ ഈ രാത്രിയിൽ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീനിന്റെ പേരിൽ സമ്മേളിച്ച ഈ സദസ്സിൽ അനുഗ്രഹീതമായ വാക്കുകൾ കൊണ്ട് ഈ സദസ്സിനെ ധന്യമാക്കിയ കൈരളിയുടെ പ്രതീക്ഷയായ പാണക്കാട് സയ്യിദ് റഷീദ് അലി ശിഹാബ് തങ്ങൾ അവറുകളെ, ഈ മഹനീയമായ സദസ്സിന്റെ അധ്യക്ഷപദം അലങ്കരിക്കുന്ന ആദരണീയരായ KT അബ്ദുള്ള മൗലവി അവറുകളെ, ദുആ കൊണ്ട് ഈ സദസ്സിനെ അനുഗ്രഹിച്ച ആദരണീയരായ AP അഹ്മദ് നൂർ മൗലവി അവറുകളെ, ബഹുമാന്യരായ ഡോക്ടർ അബ്ബാസ് ഹാജി അവറുകളെ, ആദരണീയരായ ഹസൻ ഫൈസി അവറുകളെ, വേദിയിലെ ബഹുമാന്യരായിട്ടുള്ള ഉസ്താദുമാരെ, നേതാക്കന്മാരെ, കമ്മിറ്റി ഭാരവാഹികളെ, സദസ്സിലിരിക്കുന്ന ആദരണീയരായ കാരണവന്മാരെ, രക്ഷിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, ഈ നാട്ടിലേക്ക് വന്നപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു സ്ഥാപനം മുമ്പ് തന്നെ കണ്ടപ്പോൾ അന്ന് തോന്നിയ കൗതുകം ഇന്നും മാറിയിട്ടില്ല എന്ന് ആമുഖമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നു. വാഫി സ്ഥാപനങ്ങളുടെ കൂട്ടത്തിൽ മറ്റു സ്ഥാപനങ്ങൾക്കൊക്കെയും മാതൃകയാകുന്ന വിധത്തിൽ വളരെ ശാസ്ത്രീയമായിട്ടുള്ള കെട്ടിടങ്ങളോടുകൂടി പെൺകുട്ടികൾക്ക് പഠിക്കാൻ ബീവി ഖദീജ റളിയല്ലാഹു അൻഹയുടെ പേരിൽ പണിതിട്ടുള്ള അതിന്റെ ശില്പചാരുത ഒന്നു മാത്രം മതി. എത്ര നിപുണരാണ്, എത്ര കർമ്മകുശലരാണ് ഇവിടത്തെ ബഹുമാന്യരായിട്ടുള്ള സംഘാടകരും പ്രവർത്തകരും എന്ന് മനസ്സിലാക്കാൻ. ഈ സദസ്സിന്റെ തന്നെ ഒരു പ്രത്യേകതയായിട്ട് മനസ്സിലാകുന്നത്, ഈ നാടിന്റെ കാമ്പും കാതലുമായിട്ടുള്ള വ്യക്തിത്വങ്ങളാണ് ഇവിടെ സദസ്സിലിരിക്കുന്നത്. ബഹുമാന്യരായിട്ടുള്ളായിരിക്കുന്നത് എന്നത് എന്റെ ഈ സമയം ഏറ്റവും കൂടുതൽ ഫലപ്രദമാണ് എന്നതിന് ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു. ഇന്നലെ നടന്ന പ്രഭാഷണത്തെക്കുറിച്ച് അഭിപ്രായങ്ങളും വിലയിരുത്തലുകളും ഇന്നത്തെ ആമുഖ ഭാഷണത്തിൽ പോലും കേൾക്കാൻ സാധിച്ചു. നന്മയുടെ വഴികൾ, നന്മയുടെ മാർഗങ്ങൾ നമ്മുടെ മുമ്പിൽ തെളിഞ്ഞു വരുമ്പോൾ അതിനെ നെഞ്ചേറ്റാനും സ്വീകരിക്കാനും നടപ്പിൽ വരുത്താനും താൽപര്യമുള്ള ഒരു സമൂഹത്തെ നേർക്കുനേരെ കാണാൻ സാധിച്ചതിന്റെ സായുജ്യമാണ് ഞാനിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്.
ആമുഖമായിട്ട് ഞാൻ ഇങ്ങനെ പറയാൻ ആഗ്രഹിക്കുന്നു. അസൂയ എന്ന ഒരു വികാരം നമുക്കാർക്കെങ്കിലും ഉണ്ടെങ്കിൽ, അടിവരയിട്ട് പറയാൻ ആഗ്രഹിക്കുന്നു, അസൂയ എന്ന ഒരു വികാരം നമുക്കാർക്കെങ്കിലും ഉണ്ടെങ്കിൽ അത് നാം ഉപയോഗിക്കേണ്ടത് ഈ ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹായുടെ പേരിൽ നടക്കുന്ന വഫിയ സ്ഥാപനത്തിന്റെ ഭാരവാഹികളോടാണ്, അതിനുവേണ്ടി പ്രയത്നിക്കുന്ന ആളുകളോടാണ്. കാരണം അവർക്ക് കിട്ടിയിട്ടുള്ള സൗഭാഗ്യം ചെറുതല്ല. എന്നോട് ഈ വിനീതനോട് ഇവിടെ സംസാരിക്കാൻ ആവശ്യപ്പെട്ടിട്ടുള്ള വിഷയം വിദ്യാഭ്യാസം ഇരുലോക വിജയത്തിന് എന്നതാണ്. അത് പഠിക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളമാണ് എങ്കിൽ, ഇവിടെ ഇരിക്കുന്ന ശ്രോതാക്കളിൽ ബഹുഭൂരിഭാഗം ആളുകളും മുതിർന്നവരാണ് എന്നിരിക്കെ അവർക്കുകൂടി ഫലപ്രദമാകുന്ന വിധത്തിൽ എങ്ങനെയാണ് ഇരുലോക വിജയത്തിന് ഈ സംവിധാനം സഹായിക്കുക എന്ന് ഞാൻ പറയേണ്ടതുണ്ട് എന്നതുകൊണ്ടാണ്. അസൂയ എന്ന ഒരു വികാരം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അത് നിങ്ങൾ ആരോടാണ് കാണിക്കേണ്ടത് എന്ന് ചോദിച്ചാൽ ഖദീജത്തുൽ കുബ്ര എന്ന സ്ഥാപനം നടത്തുന്ന ഭാരവാഹികളോടാണ്, അവിടെ പഠിക്കുന്ന മക്കളോടാണ്. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നു എന്ന് ചോദിച്ചാൽ അവർക്ക് കിട്ടാൻ പോകുന്ന പ്രതിഫലം അത്രമേൽ വലുതാണ്. റോഡ് സൈഡിലൂടെ നടന്നു പോകുമ്പോൾ, വാഹനത്തിൽ പോകുമ്പോൾ ആകാശം മുട്ടെ വളർന്നു നിൽക്കുന്ന രമ്യഹർമ്മ്യങ്ങൾ കാണുന്ന നേരത്തൊരു പക്ഷേ നമ്മുടെ നാട്ടിലെ ആളുകൾ നെഞ്ചത്ത് കൈവച്ച് പറയാറുണ്ടാകും, എന്തു മനോഹരമായിട്ടുള്ള ഒരു വീട്, എന്ത് ഗംഭീരമായ ഒരു വീട്, എനിക്കും അപ്രകാരം ഒന്നുണ്ടായിരുന്നെങ്കിൽ എന്ന്. നല്ലതാണെന്നും മെച്ചപ്പെട്ടതാണെന്നും മനോഹരമാണെന്നും ഗംഭീരമാണെന്നും നമുക്ക് തോന്നുന്ന ഓരോന്നിനോടും നമുക്ക് പലപ്പോഴും മനസ്സിൽ കൊതി തോന്നാറുണ്ട്. പക്ഷേ അള്ളാഹുവിന്റെ റസൂലിന്റെ ഒരു കൊച്ചു ഹദീസ് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. എന്താണ് ഖദീജത്തുൽ കുബ്രയിൽ നടന്നുകൊണ്ടിരിക്കുന്ന കർമ്മത്തിന്റെ മഹത്വം എന്ന് മനസ്സിലാക്കാൻ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യത്തെ തന്റെ അനുചരന്മാരായിട്ടുള്ള അസ്ഹാബിനോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന നേരത്ത് ഇങ്ങനെ ഒരു കഥ അനുസ്മരിക്കുകയുണ്ടായി. പൂർവകാലത്ത് ഒരു മനുഷ്യൻ മരണപ്പെട്ടു പോയതിനെ തുടർന്ന് ഖബറിൽ നിരന്തരമായിട്ട് അയാൾ ശിക്ഷിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. നിരന്തരമായിക്കൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് മലക്കുകളെ, ഇനി നിങ്ങൾ ആ മനുഷ്യനെ ശിക്ഷിക്കാൻ പാടില്ല, ഇനി നിങ്ങൾ ശിക്ഷിക്കരുത്, ഇത്രയും കാലം കഠിനമായിട്ട് ശിക്ഷിക്കണമെന്ന് ഞങ്ങളോട് ആവശ്യപ്പെട്ടിട്ട് ഇപ്പൊ പെട്ടെന്നിങ്ങനെ നിർത്തിവെക്കണമെന്ന് ഞങ്ങളോട് ആവശ്യപ്പെടാൻ അള്ളാഹുവേ എന്താണ് പ്രത്യേകിച്ച് സംഭവിച്ചത് എന്ന് ചോദിച്ചപ്പോ അള്ളാഹു കൊടുത്ത മറുപടി എന്തായിരുന്നു എന്നറിയുമോ? മലായിക്കത്തെ അള്ളാഹുവിന്റെ റസൂല് വിശദീകരിച്ചു കൊടുക്കുകയാണ്. കാരുണ്യവാനായ അള്ളാഹു റബ്ബുൽ ഇസ്സത്തിന്റെ കരുണാ കടാക്ഷത്തിന്റെ മഹത്വം എത്ര വലുതാണ് എന്ന് വാഴ്ത്തിപ്പറയാൻ കൂടി അള്ളാഹുവിന്റെ റസൂല് വിശദീകരിച്ചു കൊടുക്കുകയാണ്. ആ മനുഷ്യൻ മരിക്കുന്ന കാലത്ത് അയാളുടെ ഭാര്യ ഗർഭിണിയായിരുന്നു. ഗർഭിണിയായ ആ ഭാര്യ പിൽക്കാലത്ത് പ്രസവിച്ചു. ആ കുഞ്ഞു വലുതായി. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ മദ്രസയിൽ പോകുന്ന, കിതാബോദാൻ പോകുന്ന, ദീനിന്റെ ഉലൂമ് പഠിക്കാൻ പ്രായമായി. അപ്പോൾ ആ സ്നേഹമസൃണമായിട്ടുള്ള പെരുമാറ്റത്തോടുകൂടി ഉമ്മ താലോലിച്ചു വളർത്തിയ ആ കുഞ്ഞു പൈതലിനെ ഉസ്താദിന്റെ അടുത്തേക്ക് കിതാബോധി പഠിക്കാൻ വേണ്ടി പറഞ്ഞയച്ചു. നമ്മുടെയൊക്കെ വീട്ടിൽ കൊച്ചു കുഞ്ഞുങ്ങളുണ്ടാകും. മദ്രസയിലെ 1ാം ക്ലാസ്സിൽ പോകുന്ന കൊച്ചു കുഞ്ഞുങ്ങളുണ്ടാകും. 5 വയസ്സുള്ള നിഷ്കളങ്കത മാറിയിട്ടില്ലാത്ത പൈതങ്ങളായിട്ടുള്ള മക്കൾ. ആ മക്കൾ അത് രാവിലെ മദ്രസയിലേക്ക് പോകുമ്പോ നമുക്കെന്ത് കിട്ടുന്നു എന്ന ചോദ്യത്തിനു കൂടി ഈ ഹദീസിൽ ഉത്തരമുണ്ട്. മദ്രസ പ്രസ്ഥാനത്തില് ഇന്ന് വരുന്ന വഴിക്ക് ചേളാരിയിലെ ജമിയത്തുൽ മുദരിസീനിന്റെ യോഗത്തിന് പങ്കെടുത്ത കോട്ടയത്തുകാരനായിട്ടുള്ള ഒരു പ്രായമേറിയ സഹോദരൻ എന്നോട് പങ്കുവച്ചു, ഞാൻ പണ്ട് മുദരിസായിരുന്നു, കുട്ടികളെ കിട്ടാതായപ്പോൾ ഇപ്പോൾ മദ്രസയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഞങ്ങൾക്ക് 10ാം ക്ലാസ് വരെ മദ്രസയുണ്ടെങ്കിലും 10ൽ 2 കുട്ടി, 9ൽ 2 കുട്ടി, 8ലും 2 കുട്ടി, ഇങ്ങനെ 2ഉം 3ഉം കുട്ടികളെ വെച്ചുകൊണ്ട് അങ്ങനെ ഓടിപ്പോകുന്ന ഒരു മദ്രസയാണ് ഞങ്ങൾക്കുള്ളത് എന്ന് അദ്ദേഹം പരിഭവപ്പെടുകയുണ്ടായി.
5ാം ക്ലാസ് കഴിയുമ്പോഴേക്ക് ദീനീ പഠനത്തിന്റെ മേഖലയിൽ നിന്ന് നമ്മൾ പുറംതിരിഞ്ഞു പോവുകയാണ്. എന്താ അതിന്റെ കാരണമെന്ന് ചോദിച്ചാൽ നമ്മളുടെ ഭൗതിക വിദ്യാഭ്യാസത്തെ അത് ബാധിക്കുമോ എന്ന് ഭയന്നിട്ടാണ്. അങ്ങനെ നമ്മൾ ഭയക്കേണ്ടതില്ല. എന്താ നമ്മുടെ മക്കൾ മദ്രസയിൽ പോയാൽ കിട്ടാൻ പോകുന്നത്? അള്ളാഹുവിന്റെ റസൂല് പറയുന്നു, ആ ഇളം പൈതൽ മദ്രസയിലേക്ക് ദീന് പഠിക്കാൻ വേണ്ടി ചെന്നപ്പോ അള്ളാഹു പറയണത്രേ, മലക്കുകളെ നിങ്ങൾ ആ മനുഷ്യന്റെ ശിക്ഷ നിർത്തിവെക്കൂ. കാരണം അവന്റെ കൊച്ചു പൈതൽ ഉസ്താദിന്റെ അടുത്ത് പോയി ദീന് പഠിക്കാനെത്തിയിരിക്കുന്നു. ആ കുഞ്ഞ് ഇപ്പോൾ ഈ നിമിഷം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, കാരുണ്യവാനായ അല്ലാഹ്, കരുണാവാനായ അല്ലാഹ്, നിന്റെ നാമത്തിൽ ഞാൻ തുടങ്ങുന്നു. അല്ലാഹു പറയാണ് മലക്കുകളോട്, എന്റെ നാമത്തിൽ, എന്റെ കാരുണ്യത്തെ വാഴ്ത്തി പറഞ്ഞുകൊണ്ട്, എന്റെ കരുണയെ വാഴ്ത്തി പറഞ്ഞുകൊണ്ട് ഒരു പൈതല് എന്റെ നാമത്തിൽ തുടങ്ങുന്നു. മലക്കുകളെ, ഞാൻ അവന്റെ പിതാവിനെ മണ്ണിന്റെ ചോട്ടിൽ അവന്റെ ഇളം ചുണ്ടുകൾ ഇളക്കിക്കൊണ്ട് എന്റെ കാരുണ്യത്തെ വാഴ്ത്തി പറയുമ്പോ അതേ മണ്ണിന്റെ ചോട്ടിൽ അവന്റെ പിതാവിനെ ഞാൻ ശിക്ഷിക്കുന്നു എന്നത് ആ കുഞ്ഞറിഞ്ഞാൽ ആ കുഞ്ഞ് എന്നെ കുറിച്ച് എന്താ വിചാരിക്കുക സഹാബത്തെ? ആ പൈതലിന്റെ പിതാവിനെ ഞാൻ നിഷ്ഠൂരമായിട്ട് പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ആ കുഞ്ഞറിഞ്ഞാൽ എന്റെ കാരുണ്യത്തെ വാഴ്ത്തി പറയുന്ന ആ കുഞ്ഞ് ചോദിച്ചു പോകൂലേ, കാരുണ്യവാനല്ലേ, എന്റെ ഉപ്പാനെ ഇങ്ങനെ ശിക്ഷിക്കണോ എന്ന് ചോദിച്ചു പോകൂലേ? എന്റെ കാരുണ്യത്തെ ഇങ്ങനെ വാഴ്ത്തി പറയുന്ന ഒരു പൈതലിന്റെ പിതാവിനെ ഞാൻ എങ്ങനെയാ മലക്കുകളെ ശിക്ഷിക്കുക? അതുകൊണ്ട് നിർത്തിവെക്കൂ മലായിക്കത്തെ എന്ന് അള്ളാഹു അറിയിച്ചു. അങ്ങനെ ആ മലായിക്കത്ത് ആ ശിക്ഷ അവിടെ നിർത്തിവെച്ചു. എന്തിന്റെ പേരിൽ? അള്ളാഹുവിന്റെ റസൂല് പറയുന്നു, മകനൊരു ബിസ്മി ചൊല്ലിയതിന്റെ പേരിൽ. ഒരേ ഒരു ബിസ്മി ചെല്ലുമ്പോഴേക്ക് ആ മകന്റെ ബിസ്മിയുടെ പ്രതിഫലമായിട്ട് എന്നേക്കുമായി ഖബറിലെ ശിക്ഷ പിതാവിന്റേത് നിർത്തിവെക്കുന്ന ഒരു കഥ അള്ളാഹുവിന്റെ റസൂല് നമുക്ക് പറഞ്ഞു തരുമ്പോ ഞാൻ വീണ്ടും പറയുന്നു, എത്ര ബിസ്മി, എത്ര സൂറത്ത്, എത്ര അഖ്ലാഖ്, എത്ര ദീനിയാത്ത്, എത്ര അമലിയാത്ത്, എത്ര തഫ്സീർ, എത്ര ഹദീസ് പഠിച്ചുകൊണ്ടിരിക്കുന്ന, ഉരുവിട്ടുകൊണ്ടിരിക്കുന്ന ഖദീജത്തുൽ കുബ്രയിലെ സ്ത്രീകളുടെ, പെൺമക്കളുടെ മാതാപിതാക്കൾക്ക് എത്താൻ പോകുന്ന പ്രതിഫലം എത്ര വലുതാണ്! അതിനുവേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അതിന്റെ സംഘാടകർക്ക് കിട്ടാൻ പോകുന്നത് എത്ര വലിയ പ്രതിഫലമാണ്! പിതാവ് ഈ മകന്റെ ജന്മത്തിനു കാരണമായി എന്ന ഒരൊറ്റ വിഷയമാണ് അതിന്റെ കാരണമെങ്കിൽ, ശിക്ഷ നിർത്തിവെക്കാൻ കാരണമെങ്കിൽ, ഈ മക്കൾ ഇത്ര വലിയ പാണ്ഡിത്യത്തിന്റെ ലോകത്തേക്ക് കടന്നു പോകുന്നതിന് കാരണക്കാരാകുന്നത് ഇതിന്റെ സംഘാടകരാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ അതിന്റെ പ്രതിഫലം എത്രയാണ് അവർക്ക് കിട്ടാൻ പോകുന്നത്? ബഹുമാനപ്പെട്ട അബ്ദുള്ള സാഹിബ് ഇന്ന് ഉംറക്ക് പോവുകയാണ്. അദ്ദേഹത്തിന് മഖബൂലും മബ്റൂറുമായ വിധത്തിൽ ഉംറ ചെയ്ത് തിരിച്ചു വരാനും സന്തോഷിക്കാനും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമുക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കാൻ, ഓർമ്മയാവാനും ഈ സദസ്സിന് വേണ്ടി മൊത്തം ബഹുമാനപ്പെട്ടവരോട് അഭ്യർത്ഥിക്കുകയാണ്. ഈ സദസ്സിൽ പങ്കെടുത്ത എല്ലാവർക്കും വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണം. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പരിശുദ്ധമായ ഹജ്ജിനും ഉംറക്കും പോകാൻ നമുക്കൊക്കെയും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഒരുപാട് തവണ അനുഗ്രഹിക്കുമാറാവട്ടെ. അപ്പൊ ഒരൊറ്റ ബിസ്മിയുടെ കാര്യത്തിലാണെങ്കിൽ നമ്മുടെ കോമ്പാറയിലെ ഖദീജത്തുൽ കുബ്രയിലെ വിദ്യാർത്ഥിനികൾ ചൊല്ലുന്ന ബിസ്മിയുടെ പ്രതിഫലം അവരുടെ മാതാപിതാക്കൾക്കും അവർക്ക് സഹായം ചെയ്തു കൊടുക്കുന്ന ആളുകൾക്കും ലഭിക്കുമെന്നത് എത്ര വലിയ താല്പര്യമുണ്ടാക്കുന്ന വിശേഷമാണ്. ഇതിപ്പോ നമ്മളിവിടെ 1ാമത്തെ വാർഷികമാണ് ഇന്ന് കൊണ്ടാടുന്നത്. 1ാമത്തെ വാർഷികം. ഇതിന്റെ സംഘാടകര് പറഞ്ഞത് ഇതൊരു ആഘോഷം എന്നതിനേക്കാൾ ഒരു ആലോചന എന്ന ഒരു പരിപാടിയാണ് എന്നാകുന്നു. അള്ളാഹുവിന്റെ ദീനിനെ ഏറ്റവും ഗംഭീരമായിട്ട് നിലനിർത്താൻ, ജനങ്ങളിലേക്ക് അതിനെ പകർന്നു കൊടുക്കാൻ കാലഘട്ടത്തിനോട്, ഇവിടത്തെ നോട്ടീസ് വായിച്ചപ്പോ കാണാൻ കഴിഞ്ഞ കൗതുകമുള്ള ഒരു വാക്ക്, ന്യൂ ജനറേഷനോട് എങ്ങനെ സംവദിക്കാം. അത് വലിയൊരു കൗതുകമുള്ള കാര്യമാണ്. ന്യൂ ജനറേഷനോട് സംവദിക്കൽ വലിയ പണി തന്നെയാണ്. അള്ളാഹുവിന്റെ റസൂൽ ഒരു സൂചന തന്നിട്ടുണ്ട്. എന്നാണ് ഖിയാമത്ത് നാൾ സംഭവിക്കാന്നറിയോ? ന്യൂ ജനറേഷനുകൾ ഉണ്ടാകുമ്പോഴാണ് എന്ന്. അതൊരു കൗതുകത്തിന് ഞാൻ അങ്ങനെ അർത്ഥം പറഞ്ഞതാണ്. ലാ തഖൂമു സഅതു ഹത്താ യകൂനൽ വലദു ഗൈല വൽ മതറു ഖൈല വയഫീലുൽ ലിആമു ഫൈല.
വയഗീദുൽ കിറാമു ഗൈള വയജ്തരിഉ الصغير على الكبير ويجترئ الصغير على الكبير واللئيم على الكرام قال رسول الله صلى الله عليه وسلم. എങ്ങനെ ഖിയാമത്ത് നാൾ ഉണ്ടാവുക? എപ്പോഴാ ഖിയാമത്ത് നാൾ ഉണ്ടാവുക? മക്കളൊക്കെയും ഹത്താ യകൂനൽ വലദു ഗൈള, മക്കളൊക്കെയും അനുസരണക്കേടുള്ളവരായി മാറും, ക്രുദ്ധരായി മാറും, കോപിഷ്ഠരായി മാറും, കുറുമ്പന്മാരായി മാറും, പറഞ്ഞതനുസരിക്കൂല. എന്താ അതിന് കുഴപ്പമെന്ന് ചോദ്യം ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് അവരെത്തും. മാതാപിതാക്കൾ പറയുന്നതിനെ ചോദ്യം ചെയ്യുന്നിടത്തേക്ക് അവരെത്തും. അധ്യാപകർ പറയുന്നതിനെ ചോദ്യം ചെയ്യുന്നിടത്തേക്ക് അവരെത്തും. അങ്ങനെ എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടല്ലാതെ ഖിയാമത്ത് നാൾ സംഭവിക്കൂല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ന്യൂ ജനറേഷനുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നതിനനുസരിച്ച് ഖിയാമത്ത് നാൾ ഇങ്ങനെ അടുത്തു വന്നുകൊണ്ടേയിരിക്കുന്നു എന്ന്. അവരുടെ വിശേഷമായിട്ട് പിന്നെ പറഞ്ഞത്, ആ കാലഘട്ടത്തിന്റെ വിശേഷമായി പറഞ്ഞത് വൽ മത്തറു ഖൈല, മഴ മച്ചിയായി പോകും. 1400 വർഷങ്ങൾക്ക് മുമ്പ് അമ്ലമഴ എന്താണെന്നും ആസിഡ് മഴ എന്താണെന്നും അറിയാത്ത സഹാബത്തിനോട് വിവരിച്ചു കൊടുക്കുകയാണ്. മഴ മച്ചിയായി പോകും, മഴ പെയ്താൽ ഒന്നും മുളക്കാത്ത ഒരവസ്ഥയിൽ. നമ്മൾ കേട്ടു വർണ്ണമഴ പെയ്യുന്നതിനെ കുറിച്ചു, നമ്മൾ കേട്ടു അമ്ലമഴ പെയ്യുന്നതിനെ കുറിച്ച് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ നമ്മളത് കേട്ടു. അങ്ങനെ അമ്ലമഴ വർഷിക്കാൻ തുടങ്ങും. എന്നിട്ടൊക്കെ ഖിയാമത്ത് നാൾ ഉണ്ടാവുള്ളൂ. മാത്രമല്ല മാന്യന്മാരും ശ്രേഷ്ഠരുമായിട്ടുള്ള ആളുകള് വെള്ളം വറ്റിപ്പോകുന്ന പോലെ അപ്രത്യക്ഷമാകും. എവിടെ നോക്കിയാലും നല്ലവരെ കാണാതാകും, നല്ലവർക്ക് പഞ്ഞമായി തീരും. അതേ സമയത്ത് കാണുന്നവരൊക്കെയും തെമ്മാടികളും മോശക്കാരുമാകുന്ന വിധത്തിൽ തെമ്മാടികൾ കരകവിഞ്ഞൊഴുകും എന്നും അല്ലാഹുവിന്റെ റസൂൽ തുടർന്ന് പറയുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. കുട്ടികളൊക്കെ മുതിർന്നവരോട് ധൈര്യപ്പെടും. അത് വല്ലാത്ത വർത്താനാണല്ലോ. കുട്ടികളൊക്കെ മുതിർന്നവരോട് ധൈര്യപ്പെടും. മുമ്പൊക്കെ മുതിർന്ന ആളുകൾ വരുമ്പോഴേക്ക് കുട്ടികളൊക്കെ ഒന്ന് വഴിമാറിക്കൊടുത്ത് ബഹുമാനപൂർവ്വം എഴുന്നേറ്റ് നിന്ന് ഇന്നൊരു കൂസലുണ്ടാവില്ല, അവർ ഇരിക്കുന്നിടത്ത് അവരിരിക്കും. അങ്ങനെ എത്ര ആളുകളെ നമ്മൾ കണ്ടതായെന്ന മട്ടിൽ. നല്ല ഒരു കാര്യം പറഞ്ഞു കൊടുത്താൽ അവർക്ക് അതിനോട് ഞാൻ പുതിയ ജനറേഷനെ ഒറ്റയടിക്ക് കുറ്റം പറയാനൊന്നും ആരും തെറ്റിദ്ധരിക്കരുത്. അള്ളാഹുവിന്റെ റസൂലിന്റെ ഹദീസിനെ അർത്ഥം വെക്കുമ്പോൾ നിങ്ങൾ ഓർമ്മകളെ ചില അനുഭവങ്ങളിലേക്ക് കൊണ്ടുപോകുന്നു എന്ന് മാത്രം. അങ്ങനെ പുതിയ ജനറേഷനിൽ പ്രതീക്ഷ നഷ്ടപ്പെട്ടവരായിക്കൂടാ ഒരു സത്യവിശ്വാസി എന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു. കാരണം മരിച്ചു ചെല്ലുമ്പോ അള്ളാഹു ചോദിക്കും, നിന്റെ കാലഘട്ടത്തിൽ ദീനിനെ നിലനിർത്താൻ നീ എന്ത് ചെയ്തു? അപ്പൊ നമ്മളൊക്കെ പലപ്പോഴും മറുപടി പറയും, ഞങ്ങളെ കാലം മോശമായിരുന്നു അള്ളാഹുവേ, ഞങ്ങളെ കാലത്ത് ആരും പറഞ്ഞതനുസരിച്ചിരുന്നില്ല അള്ളാഹുവേ. അപ്പൊ അള്ളാഹു ചിലപ്പോ നമ്മളോട് പറയൊരു കാര്യം, എന്നാൽ നിന്റെ ഒക്കെ കാലത്തിന് ശേഷം ഖിയാമത്ത് നാൾ സംഭവിക്കുന്നതിന് തൊട്ടു മുമ്പ് അന്നായിരിക്കുമല്ലോ സമൂഹം ഏറ്റവും കൂടുതൽ മോശമായിട്ടുണ്ടാവുക. അന്ന് ഈ കാലം ദീനിലേക്ക് മടങ്ങി വന്നല്ലോ. അതെങ്ങനെയാ വന്നത്? അതിനാണ് അള്ളാഹു മഹ്ദി ഇമാമിന് അവസാന കാലത്ത്, മഹ്ദി ഇമാമ് എന്ന് പറഞ്ഞാൽ ആരാണ്? മഹ്ദി ഇമാമിന് പോലും അറിയില്ലത്രേ ഞാനാണ് മഹ്ദി എന്ന്. മക്ക ഷെരീഫിൽ കഅബ ഷെരീഫിന്റെ പരിസരത്ത് ബഹുമാനപ്പെട്ട മഹ്ദി ഇമാം ഇരിക്കുമ്പോ ആ കാലത്ത് അബുദാലുകളായ ആളുകൾ വന്നിട്ട് പറയും, നിങ്ങൾ ഈ സമൂഹത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കണം, നിങ്ങളാണ് ഈ സമൂഹത്തെ നന്മയിലേക്ക് നയിക്കേണ്ടത്, നിങ്ങളാണ് മഹ്ദി. മഹ്ദി എന്ന വാക്കിന്റെ അർത്ഥം പോലും സന്മാർഗ സിദ്ധൻ എന്നാണ്, സന്മാർഗത്തിലേക്ക് നയിക്കുന്നവൻ എന്നല്ല. സന്മാർഗം കിട്ടിയ ആൾ എന്നാണ്. ആ കിട്ടിയ ആളോട് പറയാണ്, ഹാദിയല്ല മഹ്ദിയാണ്. ആ കിട്ടിയ ആളോട് പറയാണ്, നിങ്ങൾ ഈ രാജ്യത്തെ, നിങ്ങൾ ഈ സമുദായത്തെ, ജനങ്ങളെ ആകെ കലുഷിതമായി കിടക്കുന്ന, ആകെ നശിച്ചു ശിഥിലമായി കിടക്കുന്ന ഖിയാമത്ത് നാളിന്റെ പരിസരത്തെ സമുദായത്തെ മുഴുവനും നന്മയിലേക്ക്, പരിശുദ്ധ ദീനിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ മഹ്ദി ഇമാമിന് സാധിക്കുമെന്നാണ്. ആ ഒരൊറ്റ കാര്യം മതി. ഏത് കാലഘട്ടത്തിലും ഒരുമ്പെട്ടിറങ്ങാൻ ആളുകളുണ്ടെങ്കിൽ, സമുദായത്തിന്റെ അപജയത്തിൽ വേദനിക്കുന്ന, അള്ളാഹുവിന്റെ ദീനിനെ ഇഷ്ടപ്പെടുന്ന ആളുകൾ മുന്നിൽ നിൽക്കാനുണ്ടെങ്കിൽ അത് വിജയിക്കും എന്നത് അച്ചട്ടമാണ്. അതിനാണ് അള്ളാഹു കാലഘട്ടത്തിന്റെ അവസാനത്തിലൊരു മഹ്ദിയെ വെച്ചിരിക്കുന്നത്. നമ്മൾ ചിന്തിക്കാൻ, മെനക്കെടാൻ ആളുണ്ടെങ്കിൽ എന്നും സമുദായ നന്മാർഗത്തിലേക്ക് വരും. ഒരിക്കലും വരില്ലെന്ന് പ്രതീക്ഷയറ്റ അവസാന നാളിൽ പോലും വരും മഹ്ദി, അതിന് വരും. അതുകൊണ്ട് എന്റെ കാലം മോശമായിരുന്നു എന്ന് പറയണ്ട. മഹാനായ ഷാഫി ഇമാം റഹ്മത്തുള്ളാഹി അലൈഹി താക്കീത് പോലെ പറയുന്നുണ്ട്. ഉലമാക്കളൊക്കെയും അവരുടെ പണി നിർത്തിവെച്ചപ്പോ, ഉമറാക്കളൊക്കെയും അവരുടെ പണി നിർത്തിവെച്ചപ്പോ, കാലഘട്ടത്തിലെ ആളുകള് നന്മയുടെ ഭാഗത്തു നിന്ന് അകന്നു പോയപ്പോ നിങ്ങൾ കൊലായിലിരുന്നിട്ട് പറയാൻ തുടങ്ങി, കാലം മോശമാണ്, കാലം മോശമാണ്. ഒരു കാര്യം തിരിച്ചറിയണേ, അള്ളാഹുവിന്റെ റസൂല് പറയുന്നു ഖുദ്സിയായ ഹദീസിലൂടെ, കാലഘട്ടത്തെ പഴിചാരരുത്. നിങ്ങൾ കാലഘട്ടത്തെ പഴിചാരി രക്ഷപ്പെടാൻ ആരും ശ്രമിക്കണ്ട. കാലഘട്ടത്തെ പഴി പറയരുത്. വല്ല തകരാറുണ്ടെങ്കിൽ അവനാനോട് തന്നെ ചോദിക്കുക, എന്താ ഇതിങ്ങനെ പറ്റിപ്പോയി എന്ന്. ഇന്നമാ അനദ്ദഹർ,
ലാ തസുബ്ബുദ്ദഹർ, നിങ്ങൾ കാലത്തെ പഴിക്കരുത്, കാലത്തെ കുറ്റം പറയരുത്, ഞാനാണ് കാലം എന്ന് ഖുദ്സിയായ ഹദീസിലൂടെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുന്നു. അതുകൊണ്ട് കാലം തകരാറായി എന്ന് പറയരുത്. നഈബു സമാനന, മഹാനായ ഇമാമുന ശാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, നഈബു സമാനന വൽ ഐബു ഫീന വമാ ലി സമാനിന ഐബുൻ ശിബാന. നിങ്ങളുടെ കാലഘട്ടത്തെ പഴി പറയണ്ട, കാലത്തിനൊരു തകരാറും പറ്റിയിട്ടില്ല. തകരാർ ആർക്കേ പറ്റിയിട്ടുള്ളൂ? നമുക്കാണ് തകരാറ് പറ്റിയത്. നമ്മുടെ കാലഘട്ടത്തിന് എന്തെങ്കിലും ഒരു തകരാറ് ഉണ്ട് എങ്കിൽ അത് ഒരേ ഒരു തകരാറാണ്, ഈ കാലത്ത് ജീവിക്കുന്നത് നമ്മളാണ് എന്ന ഒരു തകരാർ. വേറെ ഒരു തകരാറും കാലത്തിന് പറ്റിയിട്ടില്ല. ഒരു കാലത്ത് നമ്മൾ വിലപിച്ച് നടന്നിരുന്നു, മതവിദ്യാഭ്യാസത്തിന് കടന്നു വരാൻ ആളെ കിട്ടുന്നില്ലല്ലോ എന്ന്. പക്ഷേ ചില ആളുകൾ അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചപ്പോൾ ആളുകൾക്ക് ഇസ്സത്തുണ്ടാവും, ഈ വിദ്യാഭ്യാസം ഇസ്സത്താവണം എന്ന് ഗ്രഹിച്ച് പ്രവർത്തിച്ചപ്പോൾ കേരളത്തിലെ 45ഓളം വരുന്ന വഫിയ സ്കൂളുകൾ, കോളേജുകളിലേക്ക് ഓടി ഒഴുകിയെത്തുന്ന ആളുകളുടെ എണ്ണം വർദ്ധിച്ചു. ഒരുപക്ഷെ ഈ കാലഘട്ടത്തിൽ വാഫി പ്രസ്ഥാനം കേരളത്തിന്റെ ഇസ്ലാമിക ലോകത്തിന് സംഭാവന ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ ഒരു ധർമ്മം എന്താണെന്ന് ചോദിച്ചാൽ, മതവിദ്യാഭ്യാസ രംഗത്തേക്ക് കടന്നു വരാൻ ആളുകൾ മടിച്ചും അറച്ചും നിന്നപ്പോ മന്ത്രിമാരുടെ റെക്കമെന്റ് കത്തുമായിട്ട് പോലും എന്റെ കുട്ടിക്കൊരു അഡ്മിഷൻ കൊടുക്കുമോ എന്ന് ചോദിച്ച് ദീന് പഠിക്കാൻ ആളുകൾ വരി നിൽക്കുന്ന അവസ്ഥയിലേക്ക് എത്തി എന്നതാണ്. ദർസി രംഗത്തുള്ള ആളുകൾ, വിദ്യാർത്ഥികള് പിരിഞ്ഞുപോയപ്പോ അത് നിലനിൽക്കേണ്ടത് തന്നെയാണ്. പിരിഞ്ഞുപോയപ്പോ എന്തുകൊണ്ട് പിരിഞ്ഞുപോയി? ഇന്ന് മദ്രസയിലെ 5ാം ക്ലാസ്സിലെ വിദ്യാർത്ഥി ഇനി ഉസ്താദെ ഞാൻ വരില്ല, എനിക്ക് ദൂരെ സ്കൂളിലേക്ക് പോകണം, എന്റെ സ്കൂൾ വിദ്യാഭ്യാസത്തിന് ബാധിക്കും എന്ന് പറഞ്ഞുകൊണ്ട് കുട്ടികൾ നിർബന്ധിതരായിട്ട് പോയപ്പോ അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. അവർക്ക് സ്കൂൾ വിദ്യാഭ്യാസം ഒഴിവാക്കാൻ ഇന്നത്തെ കാലഘട്ടത്തിൽ സാധ്യമല്ല. അതേ സമയത്ത് മദ്രസ കൂടി പഠിക്കുകയാണെങ്കിലോ സ്കൂൾ വിദ്യാഭ്യാസത്തിന് സമയത്തിന് എത്തുന്നില്ല. എങ്കിൽ 5ാം ക്ലാസ് വരെ നിസ്കരിക്കാനും നോമ്പോക്കാനൊക്കെ പഠിച്ചല്ലോ, അത് മതി എന്ന് തീരുമാനിക്കാൻ നിർബന്ധിതമാകുന്ന ഒരു സാഹചര്യം മദ്രസയിൽ വന്നപ്പോ ഭൗതിക വിദ്യാഭ്യാസം പഠിക്കാൻ വേണ്ടത്ര സൗകര്യങ്ങൾ ദർസി മേഖലയിൽ കിട്ടുന്നില്ലല്ലോ എന്ന് വിചാരിച്ച് അവിടെ നിന്നും നമ്മുടെ സമുദായം അകന്നു നിന്നപ്പോ കൂട്ടത്തോടെ അവർ മുഴുവനും എനിക്കും വേണം ഒരു അഡ്മിഷൻ എന്ന് ചോദിച്ച് ആണും പെണ്ണും വരി നിൽക്കുമ്പോ ഇന്ന് ഏതാണ്ട് 4000ഓളം വരുന്ന വിദ്യാർത്ഥികൾ മതവിദ്യാഭ്യാസ രംഗത്ത് നിൽക്കുന്നു. പുതിയ അഡ്മിഷൻ അതേപോലെ 4000ഓളം വരുന്ന അപേക്ഷകർ പുറത്ത് കാത്തു നിൽക്കുന്നു ദീനീ വിദ്യാഭ്യാസം പഠിക്കാൻ വേണ്ടി. ആ വഫിയ വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായ വഫിയ വിദ്യാഭ്യാസത്തിന്റെ വാർഷികാഘോഷത്തിലാണ് നമ്മൾ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. ഇരു ലോകത്തും ജയിക്കണമെന്നതാണ് നമ്മുടെയൊക്കെ ആഗ്രഹം. ഇരു ലോകത്തും ജയിക്കാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ബഹുമാനപ്പെട്ട തഴവ മുഹമ്മദ് കുഞ്ഞി മൗലവിയുടെ ഒരു പാട്ടുണ്ടല്ലോ, നമ്മുടെ നാടിന്റെ കുറച്ചുകൂടി അകലെ പോയാൽ ബഹുമാനപ്പെട്ടവർ പറയാണ്, ലൗകിക വിദ്യാ വാഹനം കൊള്ളാമടോ. അത് ആവശ്യം തന്നെയാണ്. ലൗകിക വിദ്യാ വാഹനം കൊള്ളാമടോ, ആത്മീയ വിദ്യയാണ് അതിന്റെ ബ്രേക്കടോ. നല്ല രസമാണല്ലോ മൂപ്പരെ പാട്ട് കേൾക്കാൻ. ലൗകിക വിദ്യാ വാഹനം കൊള്ളാമടോ, ആത്മീയ വിദ്യയാണ് അതിന്റെ ബ്രേക്കടോ. സ്കൂൾ വിദ്യ ഇല്ല എന്നാൽ കഷ്ടമാ. സ്കൂൾ വിദ്യ ഇല്ല എങ്കിൽ ഇന്നൊരു നഷ്ടമാ. അത് മാത്രമേ ഉള്ളൂ, അതെന്നാൽ കഷ്ടമാ. രണ്ടും നിനക്ക് ലഭിക്കുമൊന്നിൽ നിന്ന്, എന്നാൽ ജയിച്ചൊരു ലോകമിൽ നീ അന്ന്. രണ്ടും നിനക്ക് ലഭിക്കുമൊന്നിൽ നിന്ന്, എന്നാൽ ജയിച്ചിരു ലോകമിൽ നീ അന്ന്. ഇരു ലോകത്തും ജയിക്കാൻ എന്താ വേണ്ടത്? 2 വിദ്യാഭ്യാസം. അത് രണ്ടും കൂടി ഒരേ സ്ഥലത്ത് തന്നെ നിനക്ക് കിട്ടുമെങ്കിൽ. വാഫി ഉണ്ടാകുന്നതിന് മുമ്പ് വഫാത്തായി പോയ ബഹുമാനപ്പെട്ട തഴവ മുഹമ്മദ് കുഞ്ഞി മൗലവി അവർകൾ വാഫിക്ക് വേണ്ടി എന്ന പോലെ, അന്നിങ്ങനെ ഒരു സംവിധാനമില്ല, പാടി വെച്ചിട്ട് പോയ വരികളാണിത്. അദ്ദേഹത്തിന്റെ മകൻ അബ്ദുസലാം മൗലവിയാണിത് ഞങ്ങൾക്ക് എത്തിച്ചെന്നത്. ഇങ്ങനെ ഒരു വരികളുണ്ട് ഉപ്പാന്റെ കിതാബിൽ. ഞങ്ങൾ ഭൗതിക വിദ്യാഭ്യാസത്തിന്റെ നിരാസം ഒരിക്കലും ശരിയല്ല. ഭൗതിക വിദ്യ പഠിച്ചേ മതിയാകൂ, ആത്മീയ വിദ്യയും കൂടെ പഠിച്ചേ മതിയാകൂ. പക്ഷേ ഭൗതിക വിദ്യാഭ്യാസം ആത്മീയതയെ നിരസിച്ചുകൊണ്ടാണെങ്കിൽ എങ്കിൽ അതൊരു കഷ്ടം തന്നെയാണ് എന്ന് നമ്മൾ അറിഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഭൗതിക വിദ്യാഭ്യാസത്തിന് വേണ്ടി മാതാപിതാക്കൾ
എല്ലാം വിറ്റുപെറുക്കി മക്കളെ പഠിപ്പിച്ചിട്ട് അവസാനം അവർ കോഴ്സ് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ എന്താണ് അനുഭവം എന്ന് ചോദിച്ചാൽ, നമ്മുടെ നാട്ടിലെ അനുഭവത്തെക്കാൾ കൂടുതൽ നമുക്ക് പറയാൻ നല്ലത് ഭൗതികതയിൽ കൂടുതൽ ആമഗ്നരായിട്ടുള്ള, എന്നാൽ ഏറ്റവും കൂടുതൽ പുരോഗമിച്ചവരെന്ന് നമ്മൾ വിശ്വസിക്കുന്ന പാശ്ചാത്യ ലോകത്ത് നിന്നുള്ള വർത്തമാനമാണ്. അമേരിക്കൻ സെനറ്റിന്റെ അധ്യക്ഷനായിരുന്ന ന്യൂട്ട് ഗിൻഗ്രിച്ച് പറയുന്ന ഒരു വാക്കുണ്ട്. ഭൗതിക വിദ്യാഭ്യാസ രംഗം അവിടെ കൊഴുപ്പ് കൂടിക്കൊണ്ടിരിക്കുമ്പോ അവർ വിലപിച്ചുകൊണ്ട് പറഞ്ഞതാ, എന്തൊരു തരം വിദ്യയാണ് നമ്മൾ ജനങ്ങൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം സദസ്സിനോട് ചോദിച്ചു, യോഗം നടക്കുമ്പോൾ സദസ്സിനോട് ചോദിച്ചു, when 12 years old carry babies, 12 വയസ്സാകുമ്പോഴേക്ക് പെൺകുട്ടികൾ ഗർഭിണികളാകുന്നു. when 14 years old they start killing each other, 14 വയസ്സാകുമ്പോഴേക്ക് അവർ പരസ്പരം പോരടിക്കാൻ ആയുധമെടുക്കുന്നു. when 16 years old they are HIV positive, 16 വയസ്സാകുമ്പോൾ അവർക്കൊക്കെ എയ്ഡ്സ് രോഗം വന്നിരിക്കുന്നത്. 18 വയസ്സാകുമ്പോൾ അവർ ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് വാങ്ങുന്നു, which they can read. അവർക്കത് വായിക്കാൻ പോലും അറിയില്ല. എന്നിട്ട് അദ്ദേഹം വികാര വിക്ഷുബ്ധനായി ചോദിക്കുന്നു, what kind of a civilization are we building? എന്തൊരു വിദ്യാഭ്യാസം നമ്മളീ കൊടുക്കുന്നത്, എന്തൊരു വിദ്യാഭ്യാസം നമ്മളീ കൊടുക്കുന്നത്. മനുഷ്യനായിട്ട് ഭൂമിയിലൂടെ നടക്കാൻ പഠിപ്പിക്കാത്ത വിദ്യാഭ്യാസം കൊണ്ട് എന്താണ് കാര്യം എന്ന് ചോദിക്കുന്നത് ഒരു മുസ്ലിം പണ്ഡിതനെ ഞാൻ ഉദ്ധരിക്കുന്നില്ല. ആദ്യം ഒരു ഭൗതിക പണ്ഡിതനെ തന്നെ പറയട്ടെ. ഭൗതിക വിദ്യാഭ്യാസം മാത്രം പഠിച്ചതുകൊണ്ട് കാര്യമില്ല എന്ന് അതിന്റെ അപ്പോസ്തലന്മാരുടെ നാട്ടിൽ നിന്നുള്ള വാക്ക് തന്നെ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നു. നമ്മൾ മിസൈലുകളെ അതിന്റെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കുന്നതിൽ വിജയിച്ചിരിക്കുന്നു. മാർട്ടിൻ ലൂതർ കിങ് പറയാ, വി ഗൈഡഡ് മിസൈൽസ്, മിസൈലുകളെ അതിന്റെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കുന്നതിൽ നമ്മൾ വിജയിച്ചിരിക്കുന്നു. ബട്ട് വി മിസ്ഗൈഡ്, അതിന്റെ വഴിക്ക് എത്തിച്ചപ്പോ മനുഷ്യനെ നമ്മൾ പെരുവഴിയിലാക്കിയിരിക്കുന്നു എന്നാണ് മാർട്ടിൻ ലൂതർ കിങ് പറയുന്നത്. എന്താ ഇനി പരിഹാരം? ഈ വിദ്യാഭ്യാസം, ഭൗതിക വിദ്യാഭ്യാസം മാത്രം പഠിക്കുമ്പോ മനുഷ്യന്റെ അകത്തു നിന്ന് നന്മകൾ ബാക്കിയാകാതെ പോകുന്ന ഒരവസ്ഥാവിശേഷം, ധാർമ്മിക വിദ്യാഭ്യാസമില്ലാതെ, വഹിയിന്റെ വെളിച്ചമില്ലാതെ മനുഷ്യനിൽ നന്മ ബാക്കിയാവാത്ത ഒരവസ്ഥ. ഇതിന് പരിഹാരം തീർച്ചയായിട്ടും നമുക്കറിയാം. നമ്മൾ പറയും കാലത്ത് ഇന്നത്തെ സാഹചര്യമോ ശത്രുവിനെ നമ്മൾ മറന്നുപോയിട്ടുണ്ട്. ഇന്നഹു ലക്കും അദുവ്വും മുബീൻ, അവൻ പിശാച്, ചെകുത്താൻ, അവനാണ് നിങ്ങളുടെ മുഖ്യമായ ശത്രു. ആ ശത്രുവിനെ നമ്മൾ മറന്നുപോയിരിക്കുന്നു. ആ ശത്രു കോപ്പ് കൂട്ടുന്നത് നന്മയുടെ വഴിയിൽ നിന്ന് നമ്മളെ പിന്തിരിപ്പിക്കാനാണ്. അതിനെതിരെ പോരാടാൻ നമുക്ക് എപ്പോഴാണ് കരുത്തുണ്ടാകുന്നത്? വല ഫഖീഹുൻ വാഹിദുൻ. നമ്മൾ വിചാരിക്കും ഒരു പക്ഷേ സദാസമയത്ത് ദിക്റ് ചൊല്ലി സദാസമയത്ത് നമസ്കരിച്ച് അങ്ങനെ നടന്ന നല്ല ഒരു മനുഷ്യനാകാൻ പറ്റൂലേ എന്ന്. അള്ളാഹുവിന്റെ റസൂൽ പറയുന്നു, അറിവില്ലാതെ കേവലം ഇബാദത്ത് മാത്രമായാൽ പിശാചിനെതിരെ നമുക്ക് പിടിച്ചു നിൽക്കാനുള്ള ത്രാണി കുറഞ്ഞു പോകുമെന്ന്. എങ്ങനെയാ പറഞ്ഞത്? വല ഫഖീഹുൻ വാഹിദുൻ അശദ്ദു അല ശൈത്വാനി മിൻ അൽഫി ആബിദിൻ. 1000 ആബിദീങ്ങളായ ആളുകളെക്കാൾ പിശാചിനെ തോൽപ്പിക്കാനുള്ള കരുത്തുള്ളത് ഒരു ആലിമിനാണ്. ഒരു ആലിമിന് 1000 ആബിദിനേക്കാൾ കരുത്തുണ്ട്. അതാണ് ഇൽമിന്റെ കരുത്ത് എന്ന് പറയുന്നത്. ആ ഇൽമ് മനസ്സിലുണ്ടാകുമ്പോഴാണ് പിശാചിനെതിരെ, തിന്മക്കെതിരെ നമുക്ക് ത്രാണിയുണ്ടാകുന്നത്. അതാണ് ഭൗതിക വിദ്യാഭ്യാസത്തോടൊപ്പം മതവിദ്യാഭ്യാസം കൂടി കൊടുക്കണമെന്ന് നമ്മൾ ആവശ്യപ്പെടുന്നത്. ഇത് രണ്ടും കൂടി കൊടുക്കുമ്പോ ഇരു ലോകത്ത് ജയിക്കാൻ പറ്റുമായിക്കോട്ടെ. വാഫി കോഴ്സ് പഠിച്ചാൽ, വഫിയ കോഴ്സ് പഠിച്ചാൽ സമാനമായിട്ടുള്ള, ഞാൻ അധികം വിശദീകരിക്കുന്നില്ല. വാഫി കോഴ്സ് ഇന്ന് പൂർത്തീകരിച്ച ആളുകൾ എന്തൊക്കെ ചെയ്യുന്നു എന്ന് മാത്രം നോക്കിയാൽ മതി. അവരുടെ കൂട്ടത്തിൽ നമ്മുടെ നാട്ടിൽ ഭൗതിക സ്ഥാപനങ്ങളിൽ, സ്കൂളുകൾ മുതൽ ബിഎഡ് കോളേജുകൾ വരെ പ്രിൻസിപ്പാൾമാരായിട്ടും അധ്യാപകരായിട്ടും ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. സർക്കാർ കോളേജുകളിൽ വരെ അധ്യാപകരായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇനിയിപ്പോ എന്താ വേണ്ടത്? ഈ വിദ്യാഭ്യാസത്തിന് നമ്മുടെ നാട്ടിൽ വല്ല അഡ്മിഷൻ കിട്ടാൻ സാധ്യതയുണ്ടോ? വാഫി കോഴ്സ് പഠിച്ച കുട്ടികൾ JNU മുതൽ നമ്മുടെ ഇന്ത്യയിലെ പ്രമുഖമായിട്ടുള്ള യൂണിവേഴ്സിറ്റികളിൽ ഡോക്ടറേറ്റിന് പഠിച്ചുകൊണ്ടിരിക്കുന്നു. അതിൽ പഠിച്ചു പൂർത്തിയായവരുണ്ട്. നാട്ടിൽ മാത്രമല്ല, അത് ഭൗതിക വിദ്യാഭ്യാസത്തിന്റെ കാര്യം. മതവിദ്യാഭ്യാസം മുമ്പൊക്കെ ഈ വാഫി തുടങ്ങുന്ന സന്ദർഭത്തിൽ
ഉസ്താദുമാരായ ആളുകൾക്ക് പോലും സംശയം ഉണ്ടായിരുന്നു. രണ്ട് വിഭാഗത്തിനും വലിയ കൗതുകമാണ് ആ കാര്യങ്ങളൊക്കെ. നമ്മുടെ ഈ പാതിരാ സമയത്ത് അത്തരം ചർച്ചകളിലേക്ക് ഞാൻ അധികം പോകാൻ ആഗ്രഹിക്കുന്നില്ല. വളാഞ്ചേരി മർക്കസിൽ വാഫി കോഴ്സ് തുടങ്ങുന്ന സമയത്ത് ഞാൻ അന്ന് അവിടെ വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ ഞങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിപ്പിച്ചിരുന്ന അധ്യാപകൻ ബഹുമാനപ്പെട്ട ഹക്കീം ഉസ്താദ് അവർകൾ, അള്ളാഹു ദീർഘായുസ് കൊടുക്കുമാറാവട്ടെ, അദ്ദേഹത്തിനോട് തർക്കിച്ചു. നിങ്ങൾ എന്താ ഈ പറഞ്ഞത്? ഭൗതിക രംഗത്ത് വിദ്യാഭ്യാസ വിചക്ഷണരായിട്ടുള്ള ആളുകൾ ആസൂത്രണം ചെയ്തിട്ടുള്ള ഭൗതിക കോഴ്സ് അതൊരു കുട്ടിക്ക് പഠിക്കാൻ മാത്രം തികച്ചുണ്ട്. അതിനേക്കാൾ ഡോസ് കൂടിയിട്ടുള്ള മതത്തിന്റെ കോഴ്സ് അതും ഒരു കുട്ടിക്ക് പഠിക്കാൻ മാത്രമുണ്ട്. ഇത് രണ്ടും കൂടി ഒരു കുട്ടിക്കുള്ള ഒരു വ്യക്തി അത് സാധിപ്പിക്കാം എന്ന് പറഞ്ഞ് വെല്ലുവിളിച്ചപ്പോ ഈ അധ്യാപകൻ അവിടുന്ന് പിണങ്ങിപ്പോയി. ഈ അധ്യാപകൻ അപ്രായോഗികമായിട്ടുള്ള കാര്യങ്ങൾക്ക് നിങ്ങൾ ഞങ്ങളെ ക്ഷണിക്കണ്ട എന്ന് പറഞ്ഞിട്ട് പിണങ്ങിപ്പോയ സന്ദർഭം വരെ ഉണ്ടായത് കൗതുകപൂർവ്വം. ഇന്ന് ഇതൊക്കെ സാധിപ്പിച്ചതിന് ശേഷം കൗതുകത്തോടെ വിസ്മയത്തോടെ നിങ്ങളോട് സ്മരിക്കുകയാണ്. ഉസ്താദുമാർക്കും ഉണ്ടായിരുന്നു സംശയം, ഇത് രണ്ടും കൂടി കൊടുത്ത രണ്ടും ഇല്ലാതാവില്ല ചെയ്യുക എന്നുള്ളത്. എന്നാൽ ഞാൻ പറയട്ടെ, ഇന്ന് ലോകത്ത് നിലനിൽക്കുന്ന മതവിദ്യാപീഠങ്ങളിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് ഏതാണ് എന്ന് ചോദിച്ചാൽ അത് ഈജിപ്തിലെ അൽ അസ്ഹർ യൂണിവേഴ്സിറ്റിയാണ്. 1000 വർഷത്തെ പാരമ്പര്യമുള്ള ഈജിപ്തിലൊരു സന്ദർഭത്തിൽ അവിടെ പഠിക്കാൻ പോയപ്പോ ചെറിയൊരു അവസരം കിട്ടിയപ്പോ അവിടത്തെ കൊമേഴ്സ് പഠിപ്പിച്ചിരുന്ന ഡോക്ടർ എന്നോട് പറഞ്ഞു, ഇന്ത്യക്കാരെ കുറിച്ച് ഞങ്ങൾക്ക് വലിയ മതിപ്പാണ്. എന്നിട്ട് അദ്ദേഹം ഒരു തമാശ പറഞ്ഞു, ഞങ്ങളുടെ നാട്ടിലെ ഒരു ചെല്ലെന്താണെന്നറിയോ? നസലൽ വഹ്യു ഫീ മക്ക വാലിമഹു അൽ മിസ്ർ വാമില ബിഹി അൽ ഹിന്ദ്. വഹി ഇറങ്ങിയത് മക്കത്താണ്, അത് പഠിച്ചത് ഈജിപ്തുകാരും മിസ്രികളാണ്, അതുകൊണ്ട് പണിയെടുത്തത് ഇന്ത്യക്കാരാണ്. ഇന്ത്യയിലെ മുഹദ്ദിസുകളായ ആളുകളെ ഓർത്തുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞത്. എന്ന് വെച്ചാൽ ഇസ്ലാമിക വിജ്ഞാനത്തിന്റെ കേദാരമായിട്ട് ഇന്നും നിലകൊള്ളുന്നത് ഈജിപ്താണ്. ആ ഈജിപ്തിലെ ഏറ്റവും പ്രമുഖമായിട്ടുള്ള അഗ്രേസര സ്ഥാനത്ത് നിൽക്കുന്ന ഒന്നാമത്തെ സ്ഥാപനം എന്ന് പറയുന്നത് അൽ അസ്ഹർ യൂണിവേഴ്സിറ്റി, ജാമിയത്തുൽ അസ്ഹർ ആണ്. ആ അൽ അസ്ഹർ യൂണിവേഴ്സിറ്റിയിൽ ഇന്ത്യ രാജ്യത്ത് നിന്ന് നേരിട്ട് ഒരു സർട്ടിഫിക്കറ്റുമായിട്ട് PG വിദ്യാഭ്യാസത്തിന് ചേരാൻ പറ്റുന്ന ഒരേ ഒരു കോഴ്സ് ഉള്ളത് വാഫിയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. MOU ഒപ്പുവെച്ചതിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ നാട്ടിൽ നിന്ന് ഇന്ത്യയിൽ നിന്ന് അവിടെ കോഴ്സിന് പോകുന്ന ഒരുപാട് ആളുകളുണ്ട്. പക്ഷേ അവരൊക്കെ അതിന്റെ പ്രാരംഭം മുതൽക്ക് തന്നെ പഠിച്ചു തുടങ്ങേണ്ടി വരുമ്പോ വാഫി സർട്ടിഫിക്കറ്റുമായിട്ട് ചെല്ലുന്ന വിദ്യാർത്ഥികൾക്ക് അവിടുത്തെ ഉന്നത പഠനത്തിലേക്ക് ചേരാൻ പറ്റും. അത് ഈജിപ്തിലെ ഭൗതിക വിദ്യാഭ്യാസത്തിന്റെ പേരിൽ കൂടി അറിയപ്പെട്ടിട്ടുള്ള ജാമിയത്തുൽ ഖാഹിറ, കൈറോ യൂണിവേഴ്സിറ്റിയിൽ നേരെ ചെന്നാൽ PhDക്ക് ചേരാൻ പറ്റുന്നതും ഈ വാഫി കോഴ്സിന് മാത്രമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇനിയിപ്പോ എന്താ ഈ കോഴ്സിന്റെ പ്രത്യേകത കൂടുതൽ അറിയാനുള്ളത്? ദുനിയാവിലെ അഗ്രേസര സ്ഥാനത്ത് നിൽക്കുന്ന വിദ്യാപീഠങ്ങൾക്കൊക്കെയും വാഫിയോട് ഇഷ്ടമാണ്, വാഫിയോട് ചങ്ങാത്തമാണ്. അതിനാണ് MOU എന്ന് പറയുന്നത്, മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ്. ആ MOU ആരോടൊക്കെ ഒപ്പുവെച്ചിരിക്കുന്നു എന്ന് ചോദിച്ചാൽ ഇന്ത്യയിലെ അംദർദ് യൂണിവേഴ്സിറ്റിയുമായിട്ടുണ്ട്, ജാമിയ മില്ലിയയുമായിട്ടുണ്ട്, അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയുമായിട്ടുണ്ട്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ സൈക്കോളജി വിഭാഗവുമായിട്ടുണ്ട്. അതിന്റെ ഓഫ് ക്യാമ്പസ് ആയിട്ട് നമ്മുടെ മർക്കസ് തർബിയത്തുൽ ഇസ്ലാമിയയുടെ CIC ആസ്ഥാനത്തെ സ്വീകരിച്ചിരിക്കുന്നു, തെരഞ്ഞെടുത്തിരിക്കുന്നു. ചിട്ടയത്ത് ഒരു സിലബസ് എന്ന നിലക്കുന്നത് ഞങ്ങൾക്ക് അഡ്മിഷൻ കിട്ടുമോ? അതിന് റെക്കമെൻഡുമായിട്ട് പാണക്കാട് വരി നിൽക്കുന്ന ആളുകൾ, നമ്മുടെ നാട്ടിൽ ഈ ഭാഗത്തു നിന്ന് പോലും മന്ത്രിമാരുടെ എഴുത്തുമായിട്ട് വരുന്ന ആളുകൾ. ഇതിന്റെ വിജയം നമ്മൾ ആഘോഷിക്കേണ്ടതാണ്. നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരു കോഴ്സ് ഉണ്ട് എന്നത് നമ്മുടെ നാടിന്റെ മഹത്തായ അനുഗ്രഹമാണെന്ന് ആമുഖ ഭാഷണത്തിൽ നമ്മൾ കേൾക്കുകയുണ്ടായി. ഇത് പരലോകത്തേക്ക് കൂടി ഗുണം ചെയ്യുമെന്നതാണ് ഏറ്റവും വലിയ ഒരു ഫള്. എന്താ പരലോകത്തേക്ക് കിട്ടാൻ പോകുന്ന നമ്മുടെ ഗുണം എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ടല്ലോ. ഇരു ലോകത്തും ജയിക്കണല്ലോ. ദുനിയാവ് മാത്രം പോരല്ലോ, നമുക്ക് മരിച്ചു പോകുമെന്ന കാര്യത്തിൽ നമുക്ക് ആർക്കും സന്ദേഹമില്ലല്ലോ. മരിച്ചു പോയാലും സ്വർഗം, ഭൂമിയിലാകുമ്പോഴും സുഖം എന്ന ഒരവസ്ഥ എത്ര വലിയ ആനന്ദകരമായിട്ടുള്ള അവസ്ഥയാണ്. അനുസരണയുള്ള ഒരു കുട്ടി, ബഹുമാനമുള്ള ഒരു കുട്ടി, സ്നേഹമുള്ള ഒരു കുട്ടി, പാപ്പ എന്ന് വിളിച്ച് അരുമയോടെ സമീപിക്കുന്ന ഒരു കുട്ടി, ഉമ്മ എന്ന അരുമയോടെ സ്നേഹിക്കുന്ന ഒരു കുട്ടി, അങ്ങനെ ഒരു കുട്ടിയെ കിട്ടുന്നു. ഇതേ കുഞ്ഞുനാളെ പരലോകത്ത് ചെല്ലുമ്പോൾ സ്വർഗത്തിലേക്ക് കൈപിടിച്ച് കൊണ്ടുപോകാനും ഉണ്ടാകുമെന്ന് വന്നാൽ അതിൽ പരം ഒരു വിജയം നമുക്കെന്താണ്?
ദീനീ വിദ്യാഭ്യാസം പഠിക്കുന്ന ആളുകളുടെ പ്രത്യേകതയെക്കുറിച്ച് മഹാനായിട്ടുള്ള ഉസ്മാൻ റളിയല്ലാഹു അൻഹു നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറയുന്നത് എന്താണെന്നറിയോ? അവ്വലു മൻ യശ്ഫഉ യൗമൽ ഖിയാമത്തി അൽ അംബിയാ, ആദ്യമായിട്ട് ഖിയാമത്ത് നാളിൽ ശുപാർശ ചെയ്യുന്നത് അംബിയാക്കളാണ്. സുമ്മൽ ഉലമാഉ, പിന്നെ പണ്ഡിതന്മാരാണ്. ആ ഹദീസിന്റെ അവസാന ഭാഗത്ത് പറയാണ്, അങ്ങനെ വരുമ്പോ അംബിയാ മുർസലീങ്ങളുടെ സ്ഥാനത്തെത്തി പണ്ഡിതന്മാർ എന്ന്. വലിയ ആബിദീങ്ങളായിട്ടുള്ള ആളുകൾ സദാസമയവും പള്ളിയിൽ ഒരുമിച്ചുകൂടി ജമാഅത്ത് നമസ്കരിച്ച്, പകലൊക്കെ നോമ്പനുഷ്ഠിച്ച്, രാത്രിയൊക്കെ നിന്ന് നമസ്കരിച്ച്, സദഖകളൊക്കെ ധാരാളം കൊടുത്ത് അങ്ങനെ സദ്വൃത്തനായിട്ട് ജീവിക്കുന്ന ആബിദായിട്ടുള്ള ആരാധകനായിട്ടുള്ള ഒരാൾ പരലോകത്ത് ചെല്ലുന്ന സമയത്ത് മലായികത്ത് പറയൂത്രേ, കടന്നോളൂ, നിങ്ങളുടെ സ്വർഗത്തിലേക്ക് പ്രവേശിച്ചോളൂ. ഉദ്ഖുലുൽ ജന്നത വതനഅം ബിഇബാദതിക്, നിങ്ങൾ സ്വർഗത്തിലേക്ക് കയറൂ, എന്നിട്ട് നിങ്ങൾ ഭൂമിയിൽ ആരാധിച്ചതിനും പകരമായിട്ട് ഈ സ്വർഗീയ ആരാമത്തെ വേണ്ടുവോളം ആസ്വദിച്ചോളൂ എന്ന് പറഞ്ഞവരെ സ്വർഗത്തിലേക്ക് കയറ്റുമത്രേ. ആലിമ് ചെല്ലുന്ന നേരത്ത് പറയൂത്രേ, ആലിമിനോട് കയറിക്കോളൂ എന്നല്ല പറയാ, ഖിഫ്ഹുന, അവിടെ നിൽക്ക്, നീ അങ്ങനെ കയറല്ലേ. എന്താ ആലിമിനെ അവിടെ പിടിച്ചു നിർത്താൻ കാരണം? ആലിമിനോട് പറയും, നീ അങ്ങനെ ഓടിക്കയറല്ലേ, നിനക്ക് സ്നേഹമുള്ള ഇഷ്ടമുള്ള പ്രിയപ്രിത ഇവിടെ സ്വർഗത്തിലേക്ക് കയറാൻ പറ്റാതെ പ്രയാസപ്പെട്ട് നിൽക്കുന്നു, അവരെ കൂടി നീ കൊണ്ടുപോ, നീ അവർക്ക് വേണ്ടി അള്ളാഹുവിനോട് ശുപാർശ പറയ്. നീ അള്ളാഹുവിനോട് ശുപാർശ പറഞ്ഞാൽ അള്ളാഹു അത് സ്വീകരിക്കും, കാരണം നീ ആലിമാണ്. നീ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് നീ ശുപാർശ പറയ്. നീ ശുപാർശ പറഞ്ഞാൽ അള്ളാഹു സ്വീകരിക്കാതിരിക്കുകയില്ല. പ്രിയപ്പെട്ട ഉപ്പ, പ്രിയപ്പെട്ട ഉമ്മ, പരലോകത്ത് ചെല്ലുമ്പോ അന്താളിച്ച് നിൽക്കേണ്ട ഒരവസ്ഥ നമുക്ക് ആർക്കെങ്കിലും വന്നാൽ കൈപിടിച്ച് കൊണ്ടുപോകാൻ വരൂ ഉപ്പ എന്ന് പറയാൻ, വരൂ ഉമ്മ എന്ന് പറയാൻ ഒരാള് നമുക്കുണ്ടെങ്കിൽ അതിൽ പരം ഒരു വലിയ വിജയം എന്താണ്? എത്ര വലിയ പദവിയാണ്. നമ്മുടെ കൊച്ചുമക്കള് മദ്രസയിൽ പോകുന്നതിനെ പോലും നിങ്ങൾ ഈ ഒരു മഹത്വത്തോടെ കാണണം. അവർ പഠിക്കാൻ വേണ്ടി പോകുമ്പോ, അവർ വഫിയ സ്ഥാപനങ്ങളിൽ പോകുമ്പോ, അവർ മദ്രസകളിലും ദർസുകളിലും പോകുമ്പോ അവനു വേണ്ടി സകല ഉണങ്ങിയതും സകല പച്ചയും പൊറുക്കലിനെ തേടിക്കൊണ്ടിരിക്കും. അല്ലാഹുവേ, ആ കുഞ്ഞിന് നീ പൊറുത്തു കൊടുക്കണേ എന്ന്. പച്ചപ്പുള്ളതായ ഭൂമിയിലെ സകലതും മാത്രമല്ല, മരിച്ചുണങ്ങി വീഴുന്ന ഇലകൾക്ക് പോലും അല്ലാഹു മോചനം കൊടുത്തീര. ഉണങ്ങിയ ഇലയോട് പോലും പറയുന്നു, അവനു വേണ്ടി നീ പൊറുക്കലിനെ തേടണം, ഈ വിദ്യാർത്ഥിക്ക് വേണ്ടി നീ പൊറുക്കലിനെ തേടണം. ഉണങ്ങിയ ഇലക്ക് പോലും അല്ലാഹു മോചനം കൊടുത്തില്ല എന്ന് പറയുമ്പോ, അറിവ് പഠിക്കുക എന്ന് പറഞ്ഞാൽ അത്ര വലിയ മഹത്വമുള്ള കാര്യമാണ്. നീ ഒരു അധ്യായം പഠിക്കാൻ വേണ്ടി പോകുന്നത് നീ 100 റക്അത്ത് നമസ്കരിക്കുന്നതിനേക്കാൾ പുണ്യമുള്ള കാര്യമാണ്. ഒരു മുതഅല്ലിമ് സുന്നത്ത് നിസ്കാരം നമസ്കരിച്ച് അങ്ങനെ സമയം പാഴാക്കരുത് എന്നാണ്. എന്താ വർത്താനം? സുന്നത്ത് നിസ്കരിച്ച സമയം പാഴാക്കരുത്. കാരണം അതിനേക്കാളും കൂലി കിട്ടുന്നത് എന്തിനാണ്? അവന്റെ പഠനത്തിനാണ്. 100 റക്അത്ത് നമസ്കരിക്കുന്നതിനേക്കാൾ കൂലി കിട്ടുന്ന കാര്യമാണ് ഒരധ്യായം പഠിക്കുന്നതിന്. ഇന്നിപ്പോ നമ്മളെല്ലാവരും ഇവിടെ വന്നു, ചില ഇൽമുകൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നു. അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ, പ്രയോജനം തരുമാറാവട്ടെ. 100 റക്അത്ത് നിസ്കരിക്കാൻ എത്ര പണിയാ. റമളാനിലെ തറാവീഹ് നിസ്കരിക്കാൻ എത്ര മെനക്കെടാ നമുക്ക്. പക്ഷെ ഒരധ്യായം പഠിച്ചാൽ, ഇപ്പൊ നമ്മൾ ദീനീ പഠനത്തിന്റെ പ്രാധാന്യം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരധ്യായം പഠിച്ചാൽ 100 റക്അത്ത് പഠിച്ചതിനേക്കാൾ ഓശാരമായിട്ട് അള്ളാഹു കൂലി തരുമെന്നാ പറയുന്നത്. അള്ളാഹു തരുമാറാവട്ടെ, സ്വീകരിക്കുമാറാവട്ടെ. അപ്പൊ നമ്മുടെ മക്കൾ ഇങ്ങനെ മദ്രസയിലും മറ്റും പോയി പഠിക്കുമ്പോ അവർക്ക് കിട്ടുന്ന പ്രതിഫലം എത്ര വലുതാണ് എന്നൊന്ന് ആലോചിച്ചു നോക്ക്. അതേ സമയത്ത് അതിനെ നമ്മൾ ഒഴിവാക്കുമ്പോഴോ, ഞാൻ വേറെ ഒരു കാര്യം, അള്ളാഹുവിന്റെ റസൂൽ താക്കീദോ എന്നോണം പറഞ്ഞ ഒരു കാര്യം ഓർമ്മപ്പെടുത്തുകയാണ് ബഹുമാനപ്പെട്ട രക്ഷിതാക്കളെ. ഭൗതിക വിദ്യാഭ്യാസത്തിന് കോട്ടം പറ്റുമോ എന്ന് കരുതി മതവിദ്യാഭ്യാസത്തെ അവഗണിക്കുന്ന ആളുകൾക്കുള്ള ഒരു താക്കീത് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞത് പറയട്ടെ. ഒരാള് ദീന് പഠിക്കാൻ വേണ്ടി പോയി, നമ്മുടെ ഭാഷയിൽ പറഞ്ഞ മദ്രസക്ക് പോയി അല്ലെങ്കിൽ കോളേജിക്ക് പോയി. അപ്പൊ അവന് തോന്നുകയാണ്, എന്താ തോന്നുന്നത്?
ഞാനിപ്പോ ഇങ്ങനെ ഒരു ഒരു മൂലേരട്ടി, ഇവിടെ മൂലേരട്ടി തന്നെ ആയിരിക്കും പറയാന്ന് തോന്നുന്നു, മുസ്ലിയാരുട്ടി. ഞാനിപ്പോ ഇങ്ങനെ ഒരു മുസ്ലിയാരുട്ടി ആയിട്ട് ഇങ്ങനെ ഞാനിപ്പോ ഇങ്ങനെ വെള്ള തുണി കുപ്പായൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ കണ്ടിയില്ല എന്റെ സുഹൃത്ത് അടിപൊളിയായിട്ട് നല്ല ടിപ്പില് ടൈ ഒക്കെ കെട്ടിയിട്ട് സ്കൂൾ ബസ്സിൽ ഇങ്ങനെ നേരാകുമ്പോ, അല്ലെങ്കിൽ വേണ്ട നമ്മളെ കുട്ടികൾ മദ്രസക്ക് രാവിലെ തന്നെ പോകുമ്പോ ദീനി വിദ്യാഭ്യാസം എന്നുള്ള വിചാരിച്ചൊക്കെ ഇങ്ങനെ പോവാണ്. അപ്പൊ നമ്മളെ കുട്ടി അങ്ങനെ പോകുന്ന സമയത്ത് അത് രാവിലെ തന്നെ വരുമല്ലോ, ഇംഗ്ലീഷ് മീഡിയത്തിലെ ബസ്സൊക്കെ നമ്മളെ വീട്ടു ഗേറ്റിന്റെ മുമ്പ് കൂടെ അങ്ങനെ പോകുമല്ലോ. പോകുന്ന സമയത്ത് അതിങ്ങനെ ഓണടിക്കുമ്പോ അവിടുന്ന് ബായ് മമ്മി ബായ് ഡാഡി എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല കൈയൊക്കെ കെട്ടിയ ഒരു കുട്ടപ്പൻ കുട്ടി ഇങ്ങനെ ഇറങ്ങിപ്പോവും. ഇറങ്ങിയിട്ട് അവരിങ്ങനെ പോകുമ്പോ നമ്മുടെ കുട്ടി ഉണ്ടാവും എങ്ങനെ പോണ്, ഒരു 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 പുസ്തകമൊക്കെ പിടിച്ചിട്ട് മദ്രസക്കൊക്കെ പോകുമ്പോ അങ്ങനെയുള്ള പോകുക, അവർ ഉണങ്ങിയ ഒരു കുട്ടി ഇങ്ങനെ പോകും. അപ്പൊ ഈ ഉമ്മാക്ക് ഇങ്ങനെ തോന്നുകയാണ്, എന്റെ കുട്ടി കണ്ടിയില്ലേ പാവം, അതിങ്ങനെ ഉണങ്ങി പിടിച്ച്, മറ്റേ ആ കുട്ടി കണ്ടിയില്ലേ നല്ല സ്കൂൾ ബസ്സിൽ നല്ല കൈയൊക്കെ കെട്ടിയിട്ട്, അങ്ങനെ തോന്നിപ്പോവാണ്. അപ്പൊ പിന്നെ ഈ ഉമ്മാക്ക് എങ്ങനെ തോന്നുക, എന്നാ പിന്നെ മദ്രസ മതി, കുട്ടിനെ അങ്ങനെ പോട്ടെ. കാരണം എന്താ വെച്ചാൽ ഈ ഉമ്മമാര് തമ്മിൽ പിന്നെ ആ കുട്ടി പോയിട്ടുണ്ടല്ലോ, ഏത് കുട്ടി, ആ ഇംഗ്ലീഷ് ഞാൻ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന് എതിരാണെന്ന് ആരും വിചാരിക്കല്ലേ. ഇത് രണ്ടും കൂടി നടത്തുന്ന ഒരു സ്ഥാപനത്തിന്റെ എളിയ പ്രവർത്തനം എന്ന നിലക്ക് നിങ്ങൾ അങ്ങനെ തെറ്റിദ്ധരിക്കൂലെന്ന് വിചാരിക്കുകയാണ്. പക്ഷെ ഒരു വിഷയം മനസ്സിലാക്കുന്നതിന്റെ ഭാഗമായിട്ട് പറയണം. ഈ ഉമ്മ ആ കുട്ടിനെ യാത്രയാക്കിയിട്ട് ഇങ്ങനെ വരും. ഇപ്പൊ ഒരു സമാധാനം, ഈ കുട്ടീനെ അങ്ങോട്ട് രാവിലെ യാത്രയാക്കുക എന്നുള്ളത് വലിയൊരു പണിയാ, ഒരു തിരക്കാണ്. അവള് വയ്യ മിസ് ചീത്ത പറയോ അതുകൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വലിയ വർത്താനങ്ങൾ ഇവിടെ ഇങ്ങനെ പറയുമ്പോ നമ്മളെ ഉമ്മാക്ക് ഇങ്ങനെ, നമ്മളെ കുട്ടിന്റെ ഉമ്മാക്ക് ഇങ്ങനെ തോന്നുന്നു, ഓളിപ്പോ ഞാൻ ഏതായാലും മൂപ്പരും ഇങ്ങോട്ട് വരട്ടെ, നമ്മളെ കുട്ടീനെ ഇനി ഇംഗ്ലീഷ് മീഡിയത്തിൽ ചേർക്കണം എന്നൊക്കെ ഇങ്ങനെ തീരുമാനിക്കണം. അപ്പൊ നമ്മൾ അവഗണിച്ചത് എന്തിനെയാണ്? മതവിദ്യാഭ്യാസത്തിനെയാണ്. അങ്ങനെ മതവിദ്യാഭ്യാസത്തിനെ ഒരാൾ അവഗണിക്കുകയാണ് എങ്കിൽ അള്ളാഹുവിന്റെ റസൂൽ അവരെ താക്കീത് നൽകുന്നുണ്ട്. മൻ അത്തൽ ഖുർആന, ഒരാൾ ഖുർആൻ പഠിക്കാൻ പോയി. നന്നായി ശ്രദ്ധിച്ച് നമ്മളിത് മനസ്സിലാക്കണം. ഒരാൾ ഖുർആൻ പഠിക്കാൻ പോയി, അപ്പൊ അവന് മനസ്സിലായി, അവൻ കണ്ടു, അവൻ അഭിപ്രായപ്പെട്ടു, എന്ത്? അന്ന അഹദൻ ഗൈറഹു, അവനല്ലാത്ത മറ്റൊരാൾ, ഖദ് അതാ ഖൈറൻ മിൻഹു, അവനേക്കാൾ നല്ല വിദ്യാഭ്യാസത്തിന് പോയിരിക്കണമെന്ന്. ഇപ്പൊ ഞാൻ പറഞ്ഞ ഉദാഹരണത്തിൽ അത് വ്യക്തമല്ല. നമ്മളെ കുട്ടി മദ്രസക്ക് പോയി, അപ്പൊ നമുക്ക് തോന്നി ഇങ്ങനെ ഒരാൾക്ക് അഭിപ്രായം വന്നാൽ ഫഖദ് ഹഖറ മാ അല്ലമല്ലാഹ്, അല്ലാഹു ആദരിച്ചു വെച്ചതിനെ ഇവൻ നിന്ദിച്ചിരിക്കുന്നു. അല്ലാഹു ആദരിച്ചതിനെ നിന്ദിച്ചുകൊണ്ട് എന്റെ കുഞ്ഞിന് ഏറ്റവും ഉയരങ്ങളിലേക്ക് എത്തിപ്പെടാൻ സാധിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നമ്മൾ മനസ്സിലാക്കുക, നമ്മളാണോ നമ്മുടെ കുട്ടിയെ ഉയർത്തുന്നത്? നമ്മളാണോ നമ്മളെ കുട്ടിയെ വളർത്തുന്നത്? നമ്മളാണോ നമ്മളെ കുട്ടിയെ സംരക്ഷിക്കുന്നത്? നമ്മളാണോ നമുക്കും നമ്മുടെ കുട്ടിക്കും ഇസ്സത്തുണ്ടാക്കുന്നത്? അതോ അല്ലാഹു റബ്ബുൽ ഇസ്സത്താണോ? ആരാണ് ഉയർത്തുന്നത്? ആരാണ് വളർത്തുന്നത്? തുഇസ്സു മൻ തശാഉ വതുദില്ലു മൻ തശാഉ. അതിന് മുമ്പ് പറയുന്നു, തൻസുൽ മുൽക മിമ്മൻ തശാ തുതിൽ മുൽക മൻ തശാ വതൻസുൽ മുൽക മിമ്മൻ തശാ തുഇസ്സു മൻ തശാ വതുദില്ലു മൻ തശാ ബിയദിക്കൽ ഖൈർ. അല്ലാഹുവേ, നീയാണ് അധികാരം നൽകുന്നവൻ, നീ തന്നെയാണ് അധികാരത്തിൽ നിന്നിറക്കുന്നവൻ, നീയാണ് പ്രതാപം നൽകുന്നവൻ, നീ തന്നെയാണ് അപമാനത്തിലേക്ക് ആഴ്ത്തുന്നവനും. സകല പുണ്യങ്ങളും സകല നന്മകളും നാഥാ നിന്റെ കൈവശമാകുന്നു. 2-4 ദിനം കൊണ്ടൊരുത്തനെ തണ്ടിലേറ്റി നടത്തുന്നതും ഭവാൻ. മാളികാമുകളേറിയ മന്നന്റെ തോളിൽ മാറാപ്പ് കയറ്റുന്നതും ഭവാൻ. കണ്ടുകണ്ടങ്ങിരിക്കും ജനത്തിനെ കണ്ടില്ലെന്നു വരുത്തുന്നതും ഭവാൻ. എല്ലാം പടച്ചവനാണ്, എല്ലാം ചെയ്യുന്നത് പടച്ചവനാണ്. ആ പടച്ചവന്റെ ദീനിനെ 2ാം നമ്പറാക്കി മാറ്റിവെച്ച് അതിനെ അവഗണിച്ച് അതിനെ കൊച്ചാക്കി കണ്ടുകൊണ്ട് നമ്മൾ നേടാൻ പോകുന്ന മറ്റു വലിയ ഒരു നേട്ടത്തെ നേട്ടമാക്കണോ വേണ്ടേ എന്ന് തീരുമാനിക്കും അള്ളാഹുവിനെ വെല്ലുവിളിച്ചുകൊണ്ട് നമുക്ക് എവിടെയാണ് വിജയം വരിക്കാൻ സാധിക്കുന്നത്? അതുകൊണ്ട് അങ്ങനെ ഒരു അപകടത്തിലേക്ക് നമ്മൾ അതേ സമയത്ത് വാനോളം ഉയർത്താൻ, വാനോളം ഒരാളെ പ്രകീർത്തിക്കാൻ അള്ളാഹുവിന് നിമിഷം മതി. ഒരു സന്ദർഭത്തിൽ മഹാനായിട്ടുള്ള ബിശ്റുൽ ഹാഫി റഹ്മത്തുള്ളാഹി അലൈഹി അങ്ങനെ നടന്നു പോകുന്നു തന്റെ കൂട്ടുകാരന്റെ കൂടെ. അപ്പൊ ആളുകൾ അങ്ങനെ പറയാണ്, ആരാ പോവണത് എന്നറിയോ? രാവ് മുഴുവനും നമസ്കരിക്കുന്നയാൾ. ആരാ പോവണത് എന്നറിയോ? പകല് മുഴുവനും നോമ്പനുഷ്ഠിക്കുന്നയാൾ. ഒപ്പമുണ്ടായിരുന്ന കൂട്ടുകാരൻ പറഞ്ഞു, ബിശ്റോ, നീ അങ്ങനെ പകല് മുഴുവനും നിസ്കരിക്കുന്ന ആളല്ല എന്ന് എനിക്കറിയാം. രാത്രി മുഴുവനും നിസ്കരിക്കുന്ന ആളല്ല, പകല് മുഴുവനും നോമ്പോക്കുന്ന ആളുമല്ല. പിന്നെന്താ ആളുകളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം നിന്നെ കുറിച്ച്? അപ്പൊ ബിശ്റുൽ ഹാഫി റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, അതെന്താണെന്നറിയോ? ഞാനൊരു ദിവസം നടന്നു പോകുമ്പോ വഴിയിൽ ചളി പുരണ്ട് കിടക്കുന്ന അള്ളാഹുവിന്റെ കലാമ് കണ്ടു.
ഞാൻ അതെടുത്ത് കഴുകി വൃത്തിയാക്കി സുഗന്ധം പുകച്ച് പരിശുദ്ധമായ ഒരു സ്ഥലത്ത് സംരക്ഷിച്ചു വെച്ച നേരം എവിടെ നിന്നില്ലാതെ ഞാനൊരു വിളിയാളം കേട്ടു, ഒരു അശരീരി കേട്ടു. എന്താണ് അശരീരി എന്നറിയോ? യാ ബിശ്രു അൻത തയ്യബ്ത ഇസ്മി വഅന ഉതയ്യിബു ഇസ്മക ഫിദ്ദാറൈൻ. ഏ ബിശ്രു, നീ എന്റെ നാമത്തെ വാഴ്ത്തിയിരിക്കുന്നു, അതുകൊണ്ട് ഇരു വീട്ടിലും നിന്റെ നാമത്തെ ഞാനും വാഴ്ത്തുന്നു എന്ന്. ആ വിളിയാളം കേട്ടതിനു ശേഷം, ആ അശരീരി കേട്ടതിനു ശേഷം എവിടെ ചെന്നാലും ആളുകൾ എന്നെ അങ്ങനെ പ്രകീർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. അള്ളാഹു ആദരിച്ചതിനെ ആദരിച്ചപ്പോ അള്ളാഹു കൊടുത്ത അംഗീകാരമാണ് അത് എന്ന് സൂഫി വര്യനായ ബിശ്റുൽ ഹാഫി അനുഭവത്തിലൂടെ നമുക്ക് വിവരിച്ചു തരുമ്പോ, നേരത്തെ കേട്ട ഹദീസിലൂടെ നമ്മൾ മനസ്സിലാക്കുന്ന വിധിച്ച് ഖുർആൻ പഠിക്കാൻ വന്നയാള് സ്വയം നിന്ദ്യനായി, സ്വയം മോശക്കാരനായി, അധമബോധത്തോടെ, ഇൻഫീരിയോറിറ്റി കോംപ്ലക്സോട് കൂടിയിട്ട് ചിന്തിക്കുകയാണെങ്കിൽ അവൻ അള്ളാഹു ആദരിച്ചതിനെ നിന്ദിച്ചിരിക്കുകയാകുന്നു എന്ന്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഏറ്റവും മൃജുവായ നന്മ ചിന്ത, നല്ല ചിന്ത ഉൾക്കൊള്ളാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പിന്നെയും പറയുന്നുണ്ട് അള്ളാഹുവിന്റെ റസൂൽ, മതവിദ്യാഭ്യാസത്തിന്റെ വിദ്യാർത്ഥിക്ക് കിട്ടുന്ന പോരിശ എത്രത്തോളം എന്നറിയുമോ? ഒരാൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മരിച്ചുപോയാലോ, എപ്പോഴും ആവാലോ അത്. ദീനീ വിദ്യാഭ്യാസം പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി മരിച്ചുപോയാൽ അവന് നാളെ പരലോകത്ത് അംബിയ മുർസലീങ്ങളോടൊപ്പമാണ് സ്ഥാനം. മൻ ജാഅഹുൽ മൗതു വഹുവ യത്ലുബുൽ ഇൽമ ലിയുഹയ്യ ബിഹിൽ ഇസ്ലാം. ഇസ്ലാം ദീൻ ഉയർന്നു കാണണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട്, അപ്പോഴാണ് നമ്മൾ വഫിയ വിദ്യാർത്ഥികളെ കുറിച്ച് ആലോചിക്കേണ്ടത്. ഇസ്ലാം ദീൻ ഉയർന്നു കാണണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ആരെങ്കിലും ഒരാൾ വിദ്യാഭ്യാസത്തിന് പോയാൽ, അതിനിടക്ക് അവൻ മരിച്ചു പോയാൽ, ഫബൈനഹു വബൈനൽ അംബിയാഇ ഫിൽ ജന്നത്തി ദറജത്തുൻ വാഹിദ, അവർക്കും ആ വിദ്യാർത്ഥികൾക്കും ഇടയിൽ, അംബിയാ മുർസലീങ്ങൾക്കും വിദ്യാർത്ഥികൾക്കും ഇടയിൽ, ആ മരിച്ച വിദ്യാർത്ഥിക്കും ഇടയിലുള്ളത് ഒരു സ്ഥാനത്തിന്റെ വ്യത്യാസം മാത്രം. അപ്പൊ അംബിയാ മുർസലീങ്ങൾ കഴിഞ്ഞാൽ തൊട്ടടുത്ത പദവിയിൽ ആരാണ്? പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ മരിച്ചുപോയ വിദ്യാർത്ഥി എന്ന്. മരണം പോലും സ്വീകരിക്കാൻ പറ്റുന്ന അവസ്ഥ. ഇന്നിപ്പോ മരിക്കാൻ തയ്യാറുള്ളവരാരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ കൈ പൊക്കിയിട്ട് ഞാൻ റെഡിയാണ് എന്ന് പറയാൻ ആർക്കെങ്കിലും സാധിക്കോ? ഇല്ലല്ലോ. പക്ഷെ അള്ളാഹുവിന്റെ റസൂലിന്റെ അസ്ഹാബുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് മരിക്കാൻ ആവേശമായിരുന്നു. ഒരു പരിശുദ്ധനായിട്ടുള്ള സത്യവിശ്വാസിക്ക് മരണം പേടിയുണ്ടാവില്ല എന്ന് വെച്ചാൽ സ്വർഗമോ നരകമോ എനിക്ക് കിട്ടാൻ പോകുന്നത് എന്ന ഒരു ആശങ്ക ഉണ്ടാകും. അതേ സമയത്ത് ഒരു മറുവശമുണ്ട്. സഹാബിവര്യന്മാരായ ആളുകൾ ബദറിലും ഉഹദിലും ഒക്കെ പങ്കെടുത്തപ്പോ അവർ കഴുത്ത് നീട്ടിപ്പിടിച്ചിട്ടാണ് യുദ്ധം ചെയ്തിരുന്നത് എന്നാണ്. എന്താ കാര്യം എന്നറിയോ? ശത്രുവിന്റെ ഒരൊറ്റ വെട്ടും മിസ്സായി പോകരുതെന്ന് കരുതിയിട്ട്, ഞാൻ അങ്ങോട്ട് ഷഹീദാവട്ടെ എന്ന് കരുതിയിട്ട്, എത്രയും പെട്ടെന്ന് അള്ളാഹുവിന്റെ അടുത്തേക്ക് പോകാനുള്ള ആഗ്രഹം. ബിലാൽ ഇബ്നു റബാഹ റളിയല്ലാഹു അൻഹു വഫാത്തിന്റെ വേളയിലായിരിക്കുന്ന സന്ദർഭത്തിൽ ഭാര്യ വിലപിച്ചുകൊണ്ട് പറയുന്നു, വാ ഖസാറതാ വാ ഹുസ്നാ, എന്റെ ദുഃഖമേ, എന്റെ സങ്കടമേ, എന്റെ ഭർത്താവിതാ യാത്ര പറയാൻ പോകുന്നു, എന്റെ ഭർത്താവിതാ ഇഹലോകവാസം വെടിയാൻ പോകുന്നു, അള്ളാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട ഈ സഹാബിവര്യന്റെ സാമീപ്യം എനിക്ക് നഷ്ടപ്പെടാൻ പോവുകയാണല്ലോ എന്നിങ്ങനെ വിലപിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മഹാനായ ബിലാൽ ഇബ്നു റബാഹ റളിയല്ലാഹു അൻഹു വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണെന്നറിയോ? വാ തുറബാ, വാ തുറബാ, എന്റെ ഒരു സന്തോഷം, എന്റെ ഒരു ആനന്ദം, ഗദൻ നൽഖൽ അഹിബ്ബ മുഹമ്മദൻ വസഹ്ബ, ഞാൻ മരിച്ചാൽ എന്റെ അസ്ഹാബിനെ കണ്ടുമുട്ടുമല്ലോ, മുഹമ്മദ് നബിയെ കാണുമല്ലോ, മുഹമ്മദ് നബിയുടെ അടുത്തേക്കാണല്ലോ ഞാൻ പോകുന്നത്, എന്റെ മുമ്പ് മരിച്ചുപോയ സഹാബികളുടെ അടുത്തേക്കാണല്ലോ ഞാൻ പോകുന്നത്, എന്റെ ഒരു സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല എന്നും പറഞ്ഞുകൊണ്ടാണ് മരണത്തെ വരവേറ്റത് മഹാനായ ബിലാൽ ഇബ്നു റബാഹ റളിയല്ലാഹു അൻഹു. ആരെങ്കിലുമൊക്കെ മരിച്ചു എന്ന് കേട്ടാ നമ്മൾ പറയുന്നൊരു വാക്കുണ്ട്, എന്താ പറയോ? ഇന്നാ ലില്ലാഹ്, ബേജാറായിട്ട് പറയുന്ന. മരണത്തെ പേടിക്കണം, ബേജാറ് വേണം, അപ്പോഴാണ് നമ്മൾ നന്നാവുക, അത് വേറെ വിഷയം. പക്ഷേ ഇന്നാ ലില്ലാഹ് എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം എന്താ ശരിക്ക്? ഒരു സത്യവിശ്വാസി സമാധാനിക്കാൻ പറയുന്ന വാക്കാണത്. അവർക്ക് എന്തെങ്കിലും അത്യാഹിതം സംഭവിച്ചാൽ, ഫൈദാ അസ്വാബത്തുഹും മുസീബ, അവർക്ക് അത്യാഹിതങ്ങൾ സംഭവിച്ചാൽ ഖാലു, അവർ പറയും, എന്ത് പറയും? ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അതുകൊണ്ട് ഇപ്പൊ എന്താ കുഴപ്പം? അതൊന്നൊരു പ്രശ്നമില്ല. കാരണം
നമ്മളൊക്കെ അള്ളാഹുവിനുള്ളവരല്ലേ, നമ്മളൊക്കെ അള്ളാഹുവിന്റെ അടുത്തേക്ക് പോവാനുള്ളവരല്ലേ. അതിങ്ങോട്ട് ആലോചിച്ചാ വല്ലാത്ത ഒരു സമാധാനമാണ്, വല്ലാത്ത ഒരു സന്തോഷമാണ്. ആ സമാധാനവും സന്തോഷവും നമ്മുടെ കൽബിലേക്ക് കയറി വരാൻ അള്ളാഹുവിനെ അറിയണം, ഇൽമ് പഠിക്കണം, നമ്മുടെ മക്കൾക്ക് അതിന് അവസരം വരണം. നമുക്കതിന് സാധിക്കാതെ പോകുന്നുവെങ്കിൽ അള്ളാഹുവിന്റെ റസൂല് പറയുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം, കുൻ ആലിമൻ, നീ ആലിമാകണം. കൽപ്പനയാണത്. കുൻ ആലിമൻ, നീ ആലിമാകണം. വല്ല നിവൃത്തികളുണ്ടെങ്കിൽ ഔ മുതഅല്ലിമൻ, എന്നാ പിന്നെ നീ പഠിക്കാനെങ്കിലും ശ്രമിക്കണം. അതിനും പറ്റിയില്ലെങ്കിലോ ഔ മുസ്തമിയൻ, ഇപ്പൊ നമ്മളൊക്കെ മുസ്തമിയങ്ങളുടെയെങ്കിലും പദവിയിലെത്തിയിട്ടുണ്ട്. നമ്മൾ ഈ മതപ്രഭാഷണങ്ങളൊക്കെ കേൾക്കുന്നുണ്ടല്ലോ, അത് കേൾക്കാൻ അവസരം കിട്ടുമ്പോ നീ ശ്രദ്ധിച്ച് കേൾക്കുന്ന ആളാവണം. അതിനും എന്തെങ്കിലും കാരണത്താൽ തടസ്സം വന്നാൽ ഔ മുഹിബ്ബൻ, നീ അതിനെ സ്നേഹിക്കുന്ന ആളാവണം. സ്നേഹിക്കുന്ന ആളെന്താണ് ചെയ്യേണ്ടത്? അത്തരം പ്രസ്ഥാനങ്ങളെ സഹായിക്കും, അതിന് വേണ്ട ഒത്താശകൾ ചെയ്തു കൊടുക്കും, അതിന് പിന്തുണ പ്രഖ്യാപിക്കും, അതിന് സാമ്പത്തിക സഹായങ്ങൾ ചെയ്തു കൊടുക്കും. അനാമദനില്ല, നീ അഞ്ചാമത്തെ ഒരാളായിക്കൂടാ. ആലിമാകാൻ പറ്റിയില്ലെങ്കിൽ, മുതാലിമാകാൻ പറ്റിയില്ലെങ്കിൽ, കേൾക്കുന്നവനാകാൻ പറ്റിയില്ലെങ്കിൽ അതിനെ സഹായിച്ച് സ്നേഹിക്കുന്ന ഒരാളെങ്കിലും നീ ആയേ പറ്റൂ. ഈ നാലാലൊരു കാറ്റഗറിയിലല്ലാതെ മുഹമ്മദ് നബിയുടെ ഉമ്മത്തിലൊരാളും ആകരുത് എന്ന് അള്ളാഹുവിന്റെ റസൂൽ നമ്മളോട് കൽപ്പന പറയുന്നു. ആ കൽപ്പന അനുസരിക്കാൻ ഇന്ന് നമ്മുടെ മുമ്പിൽ ഏറ്റവും വലിയ ഒരു അവസരമാണ്. ഈ ഖദീജ ബീവികൾ വളർത്തിക്കൊണ്ടുവന്നാൽ, അതിനെ നമ്മൾ സാമ്പത്തികമായിട്ട് സഹായിച്ചാൽ നാളെ ശുപാർശ പറയാൻ അവിടെ പഠിക്കുന്നവരുണ്ടാകുമെന്നത് വലിയ ഒരു ആശ്വാസകരമായിട്ടുള്ള കാര്യമാണ്. നമ്മളൊന്നും കണക്ക് കൂട്ടാത്ത വിധം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. മറ്റു സംഭാവനകൾ പോലെയോ മറ്റു സഹായങ്ങൾ പോലെയോ അല്ല ഇത്. ഒരു മുതഅല്ലിമിനെ, ഒരു മുതഅല്ലിമത്തിനെ നമ്മൾ പഠിപ്പിക്കുകയാണെങ്കിൽ ആ കുട്ടിയിലൂടെ പിന്നീട് ഉണ്ടാകാൻ പോകുന്ന എത്രയോ വലിയ മാറ്റങ്ങൾ, എത്രയോ തലമുറകളിലേക്ക് ഖിയാമം വരെ നിലനിൽക്കാൻ പോകുന്ന ദീനിന്റെ ഈ രംഗത്തെ പരിപോഷിപ്പിക്കുന്നതിന് പങ്കെടുക്കുന്ന ആളുകൾ ഓരോരുത്തരും ഈ വിദ്യാർത്ഥികളിലൂടെ കടന്നു വരാൻ പോകുന്നവരാണ് അടുത്ത തലമുറകളിൽ. അതിന്റെയൊക്കെ പ്രതിഫലം നമ്മളുടെ ഖബറിടങ്ങളിലേക്ക് അനുഗ്രഹമായിട്ട്, വെളിച്ചമായിട്ട്, സ്വർഗമായിട്ട് ഒഴുകിയെത്തും എന്നതിൽ നമ്മളൊരു സംശയവും വേണ്ട. അങ്ങനെ ഒരു രീതിയിൽ നമുക്കിപ്പോ ഒരു ഡെപ്പോസിറ്റ് ഇടാൻ അവസരം കിട്ടിയിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ അസൂയ വെക്കാൻ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അത് അസൂയ വെക്കേണ്ടത് ഇവരോടാണ് എന്ന് പറയാൻ കാരണം, അസൂയ വെക്കേണ്ടതിന് പകരം മറ്റുള്ളവരെ കൂടി അസൂയക്കാരാക്കി മാറ്റും വിധം ഇതിന്റെ കൂടെ സഞ്ചരിക്കാൻ നമ്മൾ തയ്യാറാവണം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അത്തരം നന്മകൾക്ക് നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ബഹുമാന്യരായിട്ടുള്ള ഇതിന്റെ പ്രവർത്തകർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ദീനിനു വേണ്ടി ഇറങ്ങിത്തിരിക്കുന്ന ആളുകൾക്ക് എപ്പോഴും പൂമാലയിട്ട സ്വീകരണങ്ങൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കരുത്. എപ്പോഴും തുറന്ന വെളിച്ചമുള്ള വഴികൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കരുത്. കാരണം പ്രതിസന്ധികളിലൂടെ കൊണ്ടുപോകുന്നത് ആരെയെന്ന് അള്ളാഹു തീർച്ചയായിട്ടും നമ്മളെ പരീക്ഷിക്കും. അള്ളാഹു ആരെയെങ്കിലും അങ്ങനെ സ്നേഹിച്ചുകൊണ്ടും സംരക്ഷിച്ചുകൊണ്ടും ഋജുവായ മാർഗങ്ങൾ ഒരുക്കിക്കൊടുക്കുമായിരുന്നെങ്കിൽ അതിനേറ്റവും അർഹതയും അവകാശവും ഉണ്ടായിരുന്നത് പുണ്യ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കായിരുന്നു. പക്ഷേ കൊടുത്തിട്ടില്ല, തങ്ങൾക്കത് കിട്ടിയിട്ടില്ല. 40ാമത്തെ വയസ്സിൽ നുബൂവത്തിന്റെ വെളിച്ചം കിട്ടിയപ്പോ അവിടുന്ന് അങ്ങോട്ട് പീഡനങ്ങളും അവഗണനകളുമായിരുന്നു എന്ന് നമ്മൾ തിരിച്ചറിയണം. ആ റസൂലുള്ള നമ്മളോട് പറഞ്ഞ ഒരു വാക്കുണ്ട്, ഖിയാമത്ത് നാൾ വരെ എന്റെ പരിശുദ്ധമായ ഈ ദീനിനെ നിലനിർത്താൻ ഒരു സംഘം ഉണ്ടാവുക തന്നെ ചെയ്യും. ഒരു ത്വായിഫത്ത്, ഒരു സംഘം, ലാ തസാലു ത്വായിഫത്തും മിൻ ഉമ്മത്തി ളാഹിരീന അലൽ ഹഖ് ഇലാ യൗമിൽ ഖിയാമ, ഖിയാമം വരെ എന്റെ ദീനിനെ നിലനിർത്താൻ ഒരു സംഘമുണ്ടാകും. ഇത് ലോകത്തോട് മുഴുവനും വിളിച്ചു പറയുന്ന ഒരു വാക്കാണ്. ആ സംഘത്തിൽ ആർക്കെങ്കിലും ആവാൻ ആഗ്രഹമുണ്ടെങ്കിൽ അവർ ഒരുങ്ങുക, അതിനുവേണ്ടി വിളിച്ചു പറയുന്ന വാക്കാണ്. എന്റെ ഈ ദീൻ അങ്ങനെ പൊളിഞ്ഞു പോകൂല, എന്റെ ദീൻ ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കും. അതിനുവേണ്ടി എന്നും ഒരു സംഘവും ഉണ്ടാകും. ആ കൂട്ടത്തിൽ പെടാൻ പറ്റുമോ എന്ന് വേണമെങ്കിൽ നീ നോക്കിക്കോ. ലാ തസാലു ത്വായിഫത്തു മിൻ ഉമ്മത്തി ളാഹിരീന അലൽ ഹഖ്, നന്മയുടെ നിലനിൽപ്പിന് വേണ്ടി ഒരു സംഘം ആളുകൾ എന്നും എന്റെ ഉമ്മത്തിലുണ്ടാകും. ഇലാ യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാൾ വരെ ഉണ്ടാകും. ഈ കാലത്ത് അത് ആരാണെന്ന് ആലോചിച്ച് നോക്ക്. ദീന് നിലനിർത്താൻ വേണ്ടി പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്നത് ആരായെന്ന് ആലോചിച്ച് നോക്ക്. അപ്പൊ നമുക്ക് മനസ്സിലാകും എന്താണ് ഈ ആളുകളുടെ മഹത്വമെന്ന്. വേറെ എന്താ മാർഗങ്ങളുള്ളത്? ദീനി വിദ്യാഭ്യാസത്തിലൂടെ അല്ലാതെ നമുക്കിതിനെ നിലനിർത്താൻ കഴിയൂല.
കാരണം അൽ ഇൽമു ഹയാത്തുൽ ഇസ്ലാം, ഇസ്ലാമിന്റെ ജീവനാടി, ഇസ്ലാമിന്റെ ജീവൻ, ഇസ്ലാമിന്റെ റൂഹ് എന്ന് പറയുന്നത് അറിവാണ്. അറിവാണ്, അറിവാണ്. ആ അറിവിനെ നിലനിർത്താത്ത മറ്റു എന്ത് പദ്ധതികൾ നമ്മൾ ഉണ്ടാക്കിയിട്ടും കാര്യമില്ല. അറിവിന്റെ നിലനിർത്താത്ത ഇൽമിന്റെ വഴിയെ അടച്ചു വെച്ചുകൊണ്ട് ഇസ്ലാമിന്റെ നന്മക്ക് വേണ്ടിയിട്ട്, സമൂഹത്തിന്റെ നന്മക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്ന ബാക്കി എല്ലാ കാര്യങ്ങളും അറിവിന്റെ അഭാവത്തിൽ നിഷ്ഫലമാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. ആളുകളുടെ മനസ്സിന് നന്മ ബാക്കിയാവാതെ നമുക്കൊരു പുണ്യോടെ നിലനിർത്താൻ കഴിയൂല. അതുകൊണ്ട് അറിവ് നിലനിന്നേ പറ്റുള്ളൂ. ആ അറിവിനെ നിലനിർത്തിക്കൊണ്ട് വേണം. അതാണ് ആ ത്വായിഫത്ത്. ആ ത്വായിഫത്തിനെ ഒരു പക്ഷേ പരിഹസിക്കാൻ ആളുണ്ടാകും. കുട്ടിക്ക് എത്ര മാർക്കുണ്ട്? അവൻ ഫുള്ള് A+ ആണ്. എന്താ അടുത്ത പരിപാടി? അവനെ വാഫിക്ക് ചേർക്കാൻ, അല്ലെങ്കിൽ വഫിയക്ക് ചേർക്കാൻ. വാഫിക്കോ വഫിയക്കോ? എന്തിനാണ് ആ കുട്ടിന്റെ ഭാവി വെറുതെ കളണത്? ഉപദേശിക്കാൻ വരാൻ ആൾക്കാരുണ്ടാകും ചിലപ്പോ. അങ്ങനെ ഒരു തീരുമാനം നമ്മൾ എടുക്കുന്നു എന്നറിഞ്ഞാൽ അതിനാണ് അപ്പൊ നിങ്ങൾ ചേർക്കാൻ കണ്ടിട്ടുള്ളത്. ഫുള്ള് A+ കുട്ടിയെ നമുക്ക് അവനെ ഡോക്ടറാക്കി കൂടെ, എഞ്ചിനീയർ ആക്കി കൂടെ? നമുക്ക് ഡോക്ടർമാരും വേണം, എഞ്ചിനീയർമാരും വേണം, IAS ഉദ്യോഗസ്ഥന്മാർ വേണം, എല്ലാവരും വേണം. അതിന്റെയൊക്കെ വഴിയിൽ ആളുകളും വേണം. +1 മുതൽ തുടങ്ങുന്ന ഈ കോഴ്സ് സയൻസിന് വരെ സൗകര്യങ്ങളുണ്ട് എന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അങ്ങനെ എല്ലാ വിദ്യാഭ്യാസ മേഖലകളിലേക്കും നമ്മൾ മതമെന്ന് പറഞ്ഞാൽ അത് പള്ളിയുടെ അകത്ത് നടക്കുന്ന എന്തോ ഒരു കലാപരിപാടിയാണ് എന്ന തെറ്റിദ്ധാരണ തിരുത്തണം. ഒരു ആലിമിന്റെ ഉത്തരവാദിത്വം എന്താണെന്ന് ചോദിച്ചാൽ അത് മസ്ജിദിൽ കയറിയിട്ട് ഇമാമത്ത് നിൽക്കൽ മാത്രമാണ് എന്ന വിചാരവും തിരുത്തണം. പള്ളിയിൽ അയാൾക്ക് സാന്നിധ്യം വേണം, നന്മയുടെ എല്ലാ വഴികളിലും സാന്നിധ്യം വേണം, സമൂഹത്തിന്റെ പ്രശ്നങ്ങളിലും ഈ ആലിമിന് പങ്കാളിത്തം വേണം. അങ്ങനെയുള്ള ആലിമീങ്ങളെയാണ് വഫിയ കോഴ്സുകളിലൂടെ നമ്മൾ നിർവഹിക്കാൻ ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മൾ സമൂഹത്തെ ഒരു ഭാഗത്തേക്ക് മാറ്റി നിർത്തി, സമൂഹത്തിന്റെ പ്രശ്നങ്ങളെ ഒരു ഭാഗത്തേക്ക് മാറ്റി നിർത്തി മസ്ജിദുകളിൽ മാത്രം ശരണം പ്രാപിക്കുന്ന ഒരു തലമുറയെ കൊണ്ട് ഇസ്ലാമിക ലോകത്തെ ഉയർത്തെഴുന്നേൽപ്പിക്കാൻ സാധ്യമല്ല. വാഫി കോഴ്സിന്റെ ഭാഗമായിട്ട് നമ്മൾ സോഷ്യൽ സർവീസ് നിർബന്ധമാക്കിയിട്ടുണ്ട്. സോഷ്യൽ സർവീസ്, കമ്പൽസറി സോഷ്യൽ സർവീസ് നിർബന്ധമാക്കിയിട്ടുള്ള കേരളത്തിലെ ആദ്യത്തെ ഇസ്ലാമിക കോഴ്സാണ് വാഫി. സമൂഹത്തിലിറങ്ങി സമൂഹത്തിന്റെ പ്രശ്നം മനസ്സിലാക്കി അവർക്ക് വേണ്ടത് ചെയ്തു കൊടുത്ത് രോഗികളെ പരിചരിച്ച്, അതൊക്കെയാണ് ഇസ്ലാമിന്റെ പാരമ്പര്യം എന്ന് പറയുന്നത്. ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരു ബുദ്ധിമാനുണ്ടെങ്കിൽ, ഞങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ ബുദ്ധിമാൻ ആരാണെന്നറിയുമോ? അത് ഉമറാണ് എന്ന് ബീവി ആയിഷ റളിയല്ലാഹു അൻഹാ പറയുന്നു. ഏറ്റവും ഉമർ ആരായിരുന്നു? ആണല്ലോ, രാഷ്ട്രീയ രംഗമല്ലേ അത്, സാമൂഹിക സേവനത്തിന് ഇറങ്ങിയിരുന്നല്ലോ. തൽഹാ റളിയല്ലാഹു അൻഹു ഒരു ദിവസം കണ്ടില്ലേ, ഉമർ റളിയല്ലാഹു അൻഹു ഒരു പെണ്ണിന്റെ വീട്ടിലേക്ക് കടന്നു പോകുന്നു രാത്രി സമയത്ത്. തൽഹാ റളിയല്ലാഹു അൻഹു ആകെ അവശനായി പോയി. അമീറുൽ മുഅ്മിനീൻ എന്നും വിളിച്ച് ആദരപൂർവ്വം അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബി വര്യൻ എന്നും വിചാരിച്ചുകൊണ്ട് ബഹുമാനാദരവോടുകൂടി കൊണ്ടു നടന്നിരുന്ന ആ മനുഷ്യൻ ഒരു പെണ്ണ് ഒറ്റക്ക് പാർക്കുന്ന വീട്ടിലേക്ക് രാത്രി സമയത്ത് കടന്നു പോകുന്നു. എന്താ ഇത്, എന്താ ഇത്? ആകെ മനസ്സിന് വല്ലാത്ത വെപ്രാളം. തൽഹാ റളിയല്ലാഹു അൻഹു മനസ്സിലുറപ്പിച്ചു, നേരം വെളുക്കട്ടെ, ഞാൻ കാണിച്ചു കൊടുക്കാം ഈ കളിയൊക്കെ. നേരം വെളുത്തു. ആദ്യം തന്നെ കാര്യം കേസന്വേഷിച്ച് ഉറപ്പുവരുത്തണല്ലോ. ആ പെണ്ണ് ഒറ്റക്ക് പാർക്കുന്ന വീട്ടിലേക്ക് കയറി ചെന്നു ബഹുമാനപ്പെട്ട തൽഹാ റളിയല്ലാഹു അൻഹു. പോകുമ്പോ മനസ്സിലുണ്ടാകും സ്വാഭാവികമായിട്ട് നല്ല മതം മുറ്റി നിൽക്കുന്ന മതാലസയായിട്ടുള്ള ഒരു ലലനാ മണി അതിനകത്തുണ്ടാകും, സ്വീകരിക്കാൻ പാകത്തിന് ഇരിക്കണമെന്ന്. ആ പെണ്ണ് എവിടെ വെച്ചിട്ട് ഇങ്ങനെ നോക്കാൻ വേണ്ടി ചെന്നപ്പോ അവിടെ കാണാൻ സാധിച്ചത് കട്ടിലിൽ കിടക്കുന്ന എല്ലും തോലുമായിട്ടുള്ള കിളവിയായിട്ടുള്ള ഒരമ്മൂമ്മയാണ്, ഒരു ഉമ്മയാണ്. കണ്ടപ്പോ കാളിപ്പോയി. ഒരു പെണ്ണ് ഒറ്റക്ക് പാർക്കുന്ന വീട്ടിൽ ആ പെണ്ണ് ഈ വൃദ്ധയാണല്ലേ, അപ്പൊ ഇവിടേക്കാണ് ഉമർ റളിയല്ലാഹു അൻഹു കടന്നു വന്നതല്ലേ. ഞാൻ എന്തായി വിചാരിച്ചത് മഹാനായ ഉമറിനെ കുറിച്ച്? ആ പെണ്ണിന്റെ അടുത്തേക്ക് ചെന്നിട്ട് ചോദിച്ചു, അല്ല, നിങ്ങളുടെ കാര്യങ്ങളൊക്കെ എങ്ങനെയാ നടന്നു പോകുന്നത്? ആ സ്ത്രീ വിറയാറുന്ന ശബ്ദത്തിൽ പറഞ്ഞു, വലിയ കഷ്ടമാണ്, എന്നാലും രാത്രി ഇരുട്ടുമയങ്ങിയാൽ ഇവിടെ ഒരു ആള് വരാറുണ്ട്. അയാൾ വരുന്നത് കൊണ്ട് എന്റെ കാര്യങ്ങൾ വലിയ പ്രയാസമില്ലാതെ കടന്നു പോകുന്നു. അയാള് വരുമ്പോ മാവ് കൊണ്ടുവരും, അത് കുഴച്ചിട്ട് എനിക്ക് അപ്പമുണ്ടാക്കി തരും. ഏതോ ഒരു പെണ്ണിന്റെ അടുക്കള പണിയെടുക്കുന്ന ഇസ്ലാമിന്റെ ചക്രവർത്തി തിരുമനസിന്റെ പേരാണ്.
ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. എന്റെ വസ്ത്രവും മാറ്റിത്തരും. കട്ടിലിൽ നിന്ന് അനങ്ങാൻ പറ്റാത്തത് കൊണ്ട് മൂത്രവും കാഷ്ടവും ഒക്കെ ഇവിടെ തന്നെയാണ്, ഒക്കെ കൈകൊണ്ട് വാരും. സ്വന്തം കൈകൾ കൊണ്ട് ഏതോ ഒരു പെണ്ണിന്റെ മലം വാരിയിട്ടുള്ള രാജാവിന്റെ പിന്മുറക്കാരും അനുയായികളുമാണ് നമ്മൾ എന്ന് മനസ്സിലാക്കുക. ആ ബോധം വളർന്നു വരുന്ന മുത്താലിമീങ്ങളുടെ മനസ്സിലേക്ക് കൊടുക്കണം. സമൂഹത്തിന്റെ ഏത് ക്യാൻസറിനെയും ചികിത്സിക്കാനുള്ള മനസ്സ് വേണം. നല്ല ഇസ്തിരിട്ട തുണിങ്കുപ്പായത്തിൽ മാത്രമേ നടക്കുള്ളൂ അന്ന് പറ്റൂല. റസൂലുള്ളാന്റെ അനുയായികൾക്ക് ഖന്തക്കിന്റെ കടങ്ങ് കീറുമ്പോ പൊട്ടാത്ത പാറ പൊട്ടിക്കാൻ വേണ്ടി പിക്കാസുരത്ത് ഇറങ്ങിയ റസൂലുള്ളാന്റെ ഉമ്മത്തിനെയാണ് വാഫിയിലൂടെ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നത്. ഈ സമൂഹത്തിന്റെ മുമ്പിൽ, അവരുടെ പ്രശ്നങ്ങൾക്ക് മുമ്പിൽ നിൽക്കാൻ, ഒളിച്ചോടാനല്ല, മുമ്പിൽ നിന്നുകൊണ്ട് സമൂഹത്തിന്റെ വേദനയുടെ കൂടെ നിൽക്കുന്ന മനസ്സുള്ള ഒരാളുകളെ, ഒരു സംഘത്തെ ഉണ്ടാക്കാൻ, പണിയാൻ ആഗ്രഹിക്കുന്നു. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ പാരമ്പര്യത്തെ പിന്തുടരാൻ ആഗ്രഹിക്കുന്നു. എന്താ പരിശുദ്ധ ദീൻ എന്ന് പറഞ്ഞാൽ? എല്ലാ സമയത്തും ഉംറക്ക് പോയാൽ, എല്ലാ ഹജ്ജിനും അവസരം കിട്ടുമെങ്കിൽ നിർവഹിക്കാൻ പോയാൽ നമ്മളുടെ ബാധ്യതകൾ മതിയായി എന്ന് വിചാരിക്കുന്ന ആളുകളുണ്ട്. ഒരു പക്ഷേ കാശുണ്ടാകും, നമുക്കതിന് സാധിച്ചു എന്ന് വന്നേക്കാം, നല്ല കാര്യമാണ്. അതേസമയത്ത് ഒരു ഒറ്റക്കാര്യം കൂടി നമ്മുടെ കൂട്ടത്തിൽ കേൾക്കുക. ഉംറ ഹജ്ജ് നിർവഹിക്കാൻ വേണ്ടി ഉമർ റളിയല്ലാഹു അൻഹു പോവുകയാണ്. ഭരണാധികാരിയായിട്ടുള്ള ഉമർ റളിയല്ലാഹു അൻഹു നമ്മൾ അവസാനിപ്പിക്കുന്ന സമയത്ത് നിർവഹിക്കാൻ വേണ്ടി പോകുന്ന സന്ദർഭത്തിൽ ഉറക്കെ ഇങ്ങനെ ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക് എന്ന് ഉറക്കെ ചൊല്ലിക്കൊണ്ടിരിക്കുന്നു. അമീറുൽ മുഅ്മിനീൻ, നല്ല ഉയർന്ന ശബ്ദമുള്ള ആളാണ്. ഞങ്ങളുടെ കൂട്ടത്തിൽ സംസാരിച്ചാൽ ഏറ്റവും കൂടുതലുള്ളത് ഉമറിന്, ഞങ്ങളുടെ കൂട്ടത്തിൽ എഴുന്നേറ്റ് നിന്നാൽ ഏറ്റവും ഉയരമുള്ളത് ഉമറിന്, ഞങ്ങളുടെ കൂട്ടത്തിൽ അടിച്ചാൽ ഏറ്റവും വേദനയുള്ളത് ഉമറിന്റെ അടിക്ക്. അങ്ങനെ എല്ലാത്തിലും മൂപ്പര് സൂപ്പർലേറ്റീവാ. അനുയായികളും ചൊല്ലിക്കൊണ്ടിരിക്കുന്നു. പെട്ടെന്ന് അനുയായികൾക്ക് ആശങ്കയായി, എന്തുകൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹു ചെല്ലുന്നില്ല? അങ്ങനെ ആശങ്കപ്പെട്ടുകൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹുവിന് എന്താ പറ്റിയത്? ശത്രുക്കൾ ആരെങ്കിലും ആക്രമിച്ചതാണോ? അതോ വല്ല അത്യാഹിതം സംഭവിച്ചതാണോ? ഇവരാശങ്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അങ്ങനെ എല്ലാവരും കൂടി തടിച്ചുകൂടിയിട്ട് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ചുറ്റുഭാഗത്ത് നിന്നിട്ട് ചോദിച്ചു, എന്തേന്ന് അങ്ങേക്ക് പറ്റിയത്? അവിടെ ചെന്ന് നോക്കുമ്പോ ഉമർ റളിയല്ലാഹു അൻഹു ഇരിക്കുകയാണ്. ഇരുന്നിട്ടൊരു കുഞ്ഞിനെ പോലെ ഏങ്ങി കരയുകയാണ്. ഉമർ റളിയല്ലാഹു അൻഹുവിനോട് അവിടുത്തെ അനുയായികൾ ചോദിച്ചു, മഹാനായ ഉമർ, എന്തുകൊണ്ടാണ് അങ്ങിങ്ങനെ കരയുന്നത്? അങ്ങേക്ക് എന്താണ് സംഭവിച്ചത്? ആ സമയത്ത് ഉമർ റളിയല്ലാഹു അൻഹു കുറച്ചകലെ അവിടേക്ക് വിരൽ ചൂണ്ടിയിട്ട് പറയുകയാണ്, അവിടെ തകർന്നു വീഴാറായ ഒരു വീടിനെ ചൂണ്ടിക്കാണിച്ചു കൊടുത്തുകൊണ്ട് പറയുകയാണ്, ഞാൻ വലിയ രാജാവാണെന്ന് പറഞ്ഞ്, ഞാൻ വലിയ അമീറുൽ മുഅ്മിനീനാണെന്ന് പറഞ്ഞുകൊണ്ട് ഭരണം നടത്തുന്ന എന്റെ വീട്ടിൽ ഇനിയും ഈ മാതിരി ചെറ്റക്കുടിലിൽ പാർക്കേണ്ടുന്ന ആളുകൾ ബാക്കിയുണ്ടാകുമ്പോ ഞാൻ ഉറക്കെ ലബ്ബൈക വിളിച്ചാൽ അത് കേൾക്കാൻ ഏത് റബ്ബാണ് റെഡിയാവുക? ഞാൻ കഅബയുടെ കില്ല പിടിച്ച് കരലയത്തിലേക്ക് ഞാൻ ഓടിച്ചെന്നിട്ട് എന്താണ് കാര്യം എന്ന് ചോദിച്ച മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു സമൂഹത്തിനോടുള്ള ബാധ്യത നിർവഹിക്കുന്ന, സമൂഹത്തെ സ്നേഹിക്കുന്ന, അതിനെ നയിക്കുന്ന ആളുകളെ നമ്മൾ സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കാൻ നമ്മുടെ നാട്ടുകാർക്ക് സാധിക്കണം. ഒരു കുട്ടിയിലൂടെ നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്, നമ്മൾ നേടിയെടുക്കാൻ പോകുന്നത് വലിയ വലിയ നേട്ടമാണ്. ഇരു ലോകത്തിലേക്കും ബഹുമാനപ്പെട്ട പുനരന്തി ഉസ്താദ് അവറുകൾ നമ്മുടെ സദസ്സിലേക്ക് കയറി വരികയാണ്. അല്ലാഹു ബഹുമാനപ്പെട്ടവർക്ക് ദീർഘായുസ്സും ആഫിയത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. ബഹുമാനപ്പെട്ടവരുടെ ദുആ മജ്ലിസിലും കൂടി പങ്കെടുത്തിട്ട് നമുക്ക് പിരിയാം ഇൻഷാ അല്ലാഹ്. ഞാൻ അവസാനിപ്പിക്കുകയാണ്.
നിജസ്ഥിതി എന്ന് വേണ്ട വിധം കൃത്യമായി മനസ്സിലാക്കിയിട്ട് നിങ്ങളൊന്ന് ഓർത്തു നോക്ക്. ദീനിന്റെ ഉലൂമുകൾ പഠിപ്പിച്ചു കൊടുക്കാൻ കെൽപ്പുള്ള, പണ്ട് കാലത്ത് മുദർരിസുമാരൊക്കെ ഓതിക്കൊടുത്തിരുന്ന കിതാബുകൾ ഓതിക്കൊടുക്കാൻ കഴിവുള്ള പെണ്ണുങ്ങളുണ്ടാവുക എന്ന് പറഞ്ഞതൊരു കൗതുകമായ കാര്യമില്ല. നിങ്ങളൊരു പുരുഷനെ പഠിപ്പിച്ചാൽ നിങ്ങൾക്ക് ഒരാളെ മാറ്റിയെടുക്കാം. നിങ്ങളൊരു പെണ്ണിനെ ആ ഒരു സ്ത്രീയിലൂടെ, ഇവിടത്തെ സ്ഥാപനത്തിന് അങ്ങനെ ഒരു പ്രത്യേകത കൂടിയുണ്ട്, ആ ഒരു സ്ത്രീയിലൂടെ നമ്മൾ അവരിലൂടെ ഉണ്ടാകാൻ പോകുന്ന സന്താന പരമ്പരയുടെ കാര്യം മാത്രമല്ല, അവരുടെ വാക്കിലൂടെ വരാൻ പോകുന്ന കുടുംബങ്ങളിലെ മാറ്റം, കുടുംബങ്ങളിലാണ് ആദ്യം മാറ്റം ഉണ്ടാവേണ്ടത്. സമൂഹം മാറണല്ലോ, സമൂഹം നന്മയിലേക്ക് പോകണല്ലോ എന്ന് നമ്മൾ ആഗ്രഹിക്കുമ്പോൾ നമ്മൾ എങ്ങനെ സ്വയം മാറാൻ? പഴയ കാലത്ത് ഒരു കഥ പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു സാമൂഹ്യ ശാസ്ത്രജ്ഞൻ മരിക്കാൻ ഇങ്ങനെ കിടക്കുകയാണത്രേ. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാനൊരു വാക്ക് പറഞ്ഞു തരാം, നിങ്ങൾ എന്റെ ശവക്കല്ലറയിൽ, നമ്മുടെ ഭാഷ പറഞ്ഞ മീസാൻ കല്ലിൽ കൊത്തിവെക്കണത് എന്ന്. എന്താ അദ്ദേഹം പറഞ്ഞു കൊടുത്തുന്നറിയോ? ഞാൻ ലോകം നന്നാക്കാൻ ഇറങ്ങി പുറപ്പെട്ടു, പക്ഷെ ലോകം എന്നെ നിരസിച്ചു. ആരും കേൾക്കാൻ തയ്യാറായില്ല. അപ്പൊ ഞാൻ മനസ്സിലാക്കി, എന്നാ എന്റെ നാട് നന്നാക്കാം, പക്ഷെ നാട്ടുകാരും എന്നെ ഉപേക്ഷിച്ചു. അപ്പൊ എനിക്ക് തോന്നി, എന്നാ എന്റെ വീട്ടുകാരെ നന്നാക്കാം, പക്ഷെ വീട്ടുകാരും എന്നെ സ്വീകരിച്ചില്ല. അപ്പോഴേക്കും ഒരുപാട് വയസ്സായി, ഈ കാലായി. ഇപ്പൊ എനിക്ക് തോന്നുകയാണ്, എനിക്കെങ്കിലും ഒന്ന് നന്നാകാമായിരുന്നു, ഞാനെങ്കിലും ഒന്ന് നന്നാകാമായിരുന്നുവെന്ന് ആദ്യം ചിന്തിക്കാൻ തുടങ്ങൂ എന്നാണ് മീസാൻ കല്ലിൽ എഴുതി വെക്കാൻ തുടങ്ങിയത്. അങ്ങനെ ഒരു ബോധം നമ്മുടെ കുടുംബത്തിൽ വളർത്തിയെടുക്കാൻ നമ്മുടെ വീട്ടിൽ ഒരു പണ്ഡിത ഉണ്ടായാൽ എത്ര വലിയ നേട്ടമാണത്. എത്രയോ ഉമ്മമാര് പങ്കുവെക്കുന്നത് അനുഭവങ്ങളുണ്ട്. ഞങ്ങളെ വീട്ടിൽ ഇപ്പോ ഉസ്താദെ എല്ലാവരും തഹജ്ജുദിന് എഴുന്നേൽക്കുന്നു. എന്താ കാര്യം? മോള് വന്നാ അവള് തഹജ്ജുദ് നമസ്കരിക്കുകയാണ്. പിന്നെ ഞങ്ങൾ ഉമ്മയും ബാപ്പൊക്കെ എങ്ങനെ കിടന്നുറങ്ങുക? അപ്പൊ ഞങ്ങൾ എഴുന്നേറ്റും തഹജ്ജുദ് നമസ്കരിച്ച എന്റെ കുട്ടി എനിക്ക് വേണ്ടിയിട്ട്, ഞങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നു. നിങ്ങളൊന്ന് ഓർത്തു നോക്ക്. നമ്മൾ ഒരു ദിവസം മൂത്രമൊഴിക്കാൻ വേണ്ടിയിട്ട് എഴുന്നേറ്റ സമയത്ത് നമ്മുടെ പൊന്നുമോൾ നിസ്കാര കുപ്പായം അണി കൊടുക്കണേ അല്ലാ, എന്റെ ഉപ്പാക്ക് പുറത്തു കൊടുക്കണേ അല്ലാ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു മോളെ ഒരൊറ്റ നേരം കാണാൻ നമുക്ക് അവസരം കിട്ടിയാൽ അതിൽ പരം പുണ്യം എന്താണ് ബഹുമാന്യരായിട്ടുള്ള മാതാപിതാക്കളെ? ആ ഒരു മനസ്സ് നമ്മുടെ മക്കൾക്ക് ഉണ്ടാകുമെങ്കിൽ അതിൽ പരം ഒരു പുണ്യം എന്താണ്? ഒരു പക്ഷേ അങ്ങനെ ഒരു കോഴ്സിന് പറഞ്ഞേക്കാം, നമുക്ക് മക്കൾ ഉണ്ടായി എന്ന് വരില്ല, വീട്ടിലെ സാഹചര്യം പറ്റി എന്ന് വരില്ല. പക്ഷെ നമുക്ക് സാധിക്കുമല്ലോ, അതിനവസരം കിട്ടിയ ഇവിടുത്തെ മക്കളെ സ്നേഹിക്കാൻ നമുക്ക് സാധിക്കുമല്ലോ, അതിനവസരം ഉണ്ടാക്കി കൊടുക്കുന്ന ഈ സ്ഥാപനത്തെ സ്നേഹിക്കാൻ നമുക്ക് സാധിക്കുമല്ലോ. മരിച്ച് പള്ളിക്കാട്ടിൽ കിടക്കുമ്പോ നമ്മൾ അറിയാതെ അനുഗ്രഹങ്ങളും അള്ളാഹുവിന്റെ പ്രീതിയും ഒഴുകിയെത്തുന്നത് നമുക്ക് സ്വപ്നം കാണാൻ ഇന്ന് സാധിക്കണമെങ്കിൽ അതിന് കോമ്പാറക്കാർക്കും പരിസര പ്രദേശത്തുകാർക്കും അള്ളാഹു ഇറക്കി തന്നിട്ടുള്ള അനുഗ്രഹത്തിന്റെ പേരാണ് ഖദീജത്തുൽ കുബ്ര വഫിയ കോളേജ് എന്ന് പറയുന്നത്. അതിന്റെ കൂടെ നിന്ന് അതിന്റെ സേവകനായി, അതിനെ ഇഷ്ടപ്പെടുന്ന ആളായി, അഞ്ചാമനാകാതെയായി, ലാതകുൻ ഖാമിസ, അഞ്ചാമനാകല്ലേ മുഹമ്മദ് നബിയുടെ ഉമ്മത്തിനോട്. അഞ്ചാമനാകാതെയായിട്ട് നിങ്ങൾ നിൽക്കുമ്പോ, നിങ്ങൾ പിന്തുണക്കുമ്പോ, അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞ ആ ത്വായിഫത്തിൽ നമുക്കും അകപ്പെടാൻ പറ്റും. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. പ്രവർത്തകരോട് പറയട്ടെ, എന്താണ് ആ ത്വായിഫത്തിന്റെ പ്രത്യേകത എന്നറിയുമോ? അള്ളാഹുവിന്റെ റസൂൽ പറയുന്നത്, ലാ യദുർറുഹും മൻ ഖദലഹും. ഞാൻ അവസാനിപ്പിക്കുന്ന ഭാഗമായിട്ട് പറയാം. ലാ യദുർറുഹും മൻ ഖദലഹും. അങ്ങനെ ദീനിന്റെ പ്രവർത്തനവുമായിട്ട് അതിനു വേണ്ടിയിട്ട് അണിഞ്ഞൊരുങ്ങി നടക്കുന്ന സമയത്ത് അവരെ ആക്ഷേപിക്കാൻ ആളുണ്ടായി എന്ന് വരാം, അവരെ പിന്തിരിപ്പിക്കാൻ ആളുണ്ടായി എന്ന് വരാം. താലീമിന് വേണ്ടി മുത്താലിമാകാൻ വേണ്ടിയിട്ട് നമ്മുടെ മക്കള് പോകുമ്പോ, നിങ്ങളെ കുട്ടിയെ ഇപ്പൊ എവിടേക്കാ പറഞ്ഞേച്ചു എന്ന് ചോദിക്കാൻ ആളുണ്ടായി എന്ന് വരാം. വിവരദോഷികൾ അള്ളാഹുവിന്റെ ഭൂമിയിൽ നടക്കുമ്പോ, അള്ളാഹു കൊടുത്ത ജീവനുമായി നടക്കുമ്പോ, അള്ളാഹു കൊടുത്ത അനുഗ്രഹവുമായി നടക്കുമ്പോ, ആ അള്ളാഹുവിനെ മറന്നുകൊണ്ട് അള്ളാഹുവിന്റെ ദീനിന് പോകുന്നവനെ പരിഹസിക്കാനോ നിരുത്സാഹപ്പെടുത്താനോ ദൗർഭാഗ്യം കിട്ടിയ പാവങ്ങളായ ആളുകളുടെ വാക്കുകൾ നമ്മളെ തളർത്തരുത്. ഈ ത്വായിഫത്തിനെ തളർത്തൂല.
ഖിയാമത്ത് നാൾ വരെ എന്റെ ദീനിനെ നിലനിർത്താൻ അള്ളാഹു നിയോഗിക്കുന്ന ആ ഒരു സംഘത്തിന് ഇത്തരം വാക്കുകൾ തളർത്തില്ല എന്ന് അള്ളാഹുവിന്റെ റസൂൽ അന്ന് വെല്ലുവിളിച്ച് പറയുന്നു. ലാ യളുറുഹും മൻ ഖദലഹും. അവരെ നിസ്സാരമാക്കുന്നവരെ, അവരെ നിന്ദിക്കുന്നവരെ, അവരെ പ്രശ്നമാക്കുകയും അവർക്കതൊരു വിഷയം തന്നെയല്ല, ഒന്ന് വോട്ടിന് പോടോ എന്ന് പറഞ്ഞുകൊണ്ട് അവർ അവരുടെ വിഷയത്തിൽ ഉറച്ചു നിൽക്കുന്നതാണ് എന്ന്. ആ ഒരു സംഘം, ആ ഒരു സംഘക്കാർക്ക് വേണ്ടി ഒരു സമ്മാനം കൂടി സമർപ്പിച്ച് ഞാൻ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഇരു ലോക ജയത്തിന് ധരിപ്പെടാത്ത വിധത്തിൽ ആഖിറത്തെയും കൂടി സമ്പാദിക്കാൻ, ആഖിറം നഷ്ടപ്പെടാത്ത വിധത്തിൽ ദുനിയാവിനെ കൂടി സമ്പാദിക്കാൻ ഏറ്റവും വലിയ അനുഗ്രഹമായിട്ട് നിങ്ങളുടെ നാട്ടിൽ പോലും ഇങ്ങനെ ഒരു സംരംഭം ഉണ്ടായിട്ട് നിനക്കെന്റെ ദീനിന് വേണ്ടി ഒന്നില്ലല്ലോ എന്ന് അല്ലാഹുവിന് ചോദിക്കാൻ നമ്മുടെ ജീവിതത്തിൽ അവസരമില്ലാതിരിക്കാൻ നമ്മൾ ഇതിന്റെ പിന്നാലെ നിൽക്കുക. അങ്ങനെ പിന്നാലെ നിന്നാൽ നമുക്കാരാകാൻ പറ്റും? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അസ്ഹാബിന്റെ കൂടെ ഇരിക്കുമ്പോ അങ്ങനെ പറയുന്നു, താല്പര്യപൂർവ്വം പറയുന്നു, യാ ലൈതനീ ലഖീതു ഇഖ്വാനി, യാ ലൈതനീ ലഖീതു ഇഖ്വാനി. എന്റെ കൂട്ടുകാരെ കാണാൻ എനിക്ക് സാധിച്ചെങ്കിൽ, എന്റെ സഹോദരന്മാരെ കാണാൻ എനിക്ക് സാധിച്ചിരുന്നെങ്കിൽ. ഒപ്പമുണ്ടായിരുന്ന അസ്ഹാബ് ചോദിക്കുകയാണ്, അലസ്നാ ഇഖ്വാനക യാ റസൂലല്ലാഹ്. സഹാബത്തിന് പേടിയായി, എന്റെ കൂട്ടുകാരൻ എനിക്ക് കാണണം. അപ്പോ ഒപ്പം സഹാബത്തൊക്കെ ഇരിക്കുമ്പോ ഞങ്ങൾ കൂട്ടുകാരല്ലേ, റസൂലുള്ളാഹിന്റെ ഇഷ്ടം ഞങ്ങൾക്ക് പോയോ? അവർക്ക് പേടിയുണ്ടാകും. അപ്പൊ അവർ ചോദിക്കാണ്, അലസ്നാ ഇഖ്വാനക അലസ്നാ അസ്ഹാബക. റസൂലേ, അപ്പൊ ഞങ്ങളല്ലേ അങ്ങയുടെ കൂട്ടുകാർ? ഉമറും ഉസ്മാനും സിദ്ദീഖും അലിയുമൊക്കെ ഇരിക്കുന്നതാണ് ചോദിക്കുന്നത്, ഞങ്ങൾ അങ്ങയുടെ കൂട്ടുകാരെ. പറഞ്ഞ മറുപടി, സഹാബത്തെ, നിങ്ങൾ എന്റെ കൂട്ടുകാരൻ തന്നെയാണ്, നിങ്ങൾ എന്റെ അസ്ഹാബ് തന്നെയാണ്. പക്ഷേ ഇപ്പോൾ കാണണമെന്ന് ഞാൻ ആഗ്രഹിച്ചത് നിങ്ങളെയല്ല. കാണണമെന്ന് എനിക്കിപ്പോ കൊതി തോന്നിയത്, നമ്മളൊക്കെ മരിച്ചുപോയ ശേഷം ഇവിടെ ആളുകൾ വരാനുണ്ട്. അവരെന്നെ കണ്ടിട്ടില്ല, അവരെന്നെ കേട്ടിട്ടേ ഉള്ളൂ. എന്നെ കണ്ട നിങ്ങള് എന്നെ സ്നേഹിക്കുന്ന പോലെ അവരും എന്നെ സ്നേഹിക്കും. എന്നെ കണ്ട നിങ്ങള് എന്റെ ഈ ദീനിനെ സഹായിക്കുന്ന പോലെ അവരെന്റെ ദീനിനെ സഹായിക്കും. അവരെ കാണാൻ എനിക്ക് കൊതിയായി, അവരെ കാണാൻ എനിക്ക് കൊതിയായി എന്ന് അള്ളാഹുവിന്റെ റസൂല് പറയുമ്പോ, പ്രിയപ്പെട്ടവരെ, ആ ഒരു കൂട്ടുകാരായിട്ട് അള്ളാഹു നമ്മെ തെരഞ്ഞെടുക്കട്ടെ. അള്ളാഹുവിന്റെ റസൂൽ അന്ന് കാണണമെന്ന് കൊതിച്ച ആ കൂട്ടുകാരായിട്ട് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മെ തെരഞ്ഞെടുക്കട്ടെ. ഹൗദുൽ കൗസർ മുക്കിക്കൊടുക്കുന്ന നേരത്ത് ഉമ്മത്ത് മുഹമ്മദിലെ ചില ആളുകൾ ചൊല്ലുമ്പോ അള്ളാഹുവിന്റെ റസൂല് പരിചയം കാണിക്കാതെ തിരിഞ്ഞു നിൽക്കുമത്രേ. എന്നെ എനിക്കറിയില്ല, എനിക്ക് നന്നായി അറിയാം, ഞാൻ കാണണമെന്ന് ആഗ്രഹിച്ച എന്റെ കൂട്ടുകാരനാണ്, എന്റെ കൂട്ടുകാരിയാണ് ഈ വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞ് ഹൗദുൽ കൗസർ സന്തോഷപൂർവ്വം മുക്കിത്തരുന്ന ആ ഒരു അള്ളാഹുവിന്റെ റസൂലിന്റെ അഹിബ്ബായിൽ നമ്മളെയും അള്ളാഹു അവന്റെ അനുഗ്രഹം കൊണ്ട് ചേർക്കട്ടെ. ഇരു ലോകത്തും നമുക്ക് ജയിക്കണം. അതിന് ഈ കാലത്ത് നമുക്ക് കിട്ടിയ വലിയ ഒരു അനുഗ്രഹമാണ് ഖദീജത്തുൽ കുബ്ര എന്ന ഈ സ്ഥാപനം. നാലാലൊരു രീതിയിൽ നമുക്കതിൽ പങ്കെടുക്കാം. ആലിമായിട്ട്, മുതഅല്ലിമായിട്ട്, മുസ്തമിയായിട്ട്, മുഹിബ്ബായിട്ട്. അഞ്ചാമനാകാൻ അല്ലാഹുവിന്റെ റസൂൽ നമ്മളോട് പറഞ്ഞിട്ടില്ല, ആകരുത് എന്ന് കൽപ്പിച്ചിട്ടുമുണ്ട്. അതിന് നമ്മൾ ഇവരെ പിന്തുണച്ച്, സഹായിച്ച്, സ്നേഹിച്ച്, മുമ്പൊന്നും കണ്ടീനെ പോലെ കണ്ടാ പോരാവരെ. കാര്യങ്ങളൊക്കെ അന്വേഷിച്ചറിഞ്ഞ് കൂടെ നിന്ന് എന്താ വേണ്ടത് ആ ഒരു ചോദ്യം പോലും അവർക്ക് ഊർജമാണ്. അവർക്ക് തോന്നണം, ഓ ഞങ്ങളിത് തുടങ്ങിയത് എത്ര നന്നായി എന്ന്. അവർക്ക് സുഖമായിട്ട് റാഹത്തായിട്ട് ഉറങ്ങാൻ തോന്നണം, നമുക്ക് റാഹത്തായിട്ട് ഉറങ്ങാൻ തോന്നണം. ഇൻഷാ അല്ലാഹ് ഞാൻ മരിച്ചാൽ വെറുതെ ആകൂല, പഠിച്ചുകൊണ്ടിരിക്കുന്ന എന്റെ സ്ഥാപനത്തിലെ മക്കളുടെ ഒരു
മതിയാകും അള്ളാഹു എന്നെ സ്വീകരിക്കാൻ എന്ന് വിശ്വസിച്ചുകൊണ്ട് ഉറങ്ങാൻ അവസരം കിട്ടും. ആ അവസരം നമ്മൾ ഹിതം വേണം എന്ന് പറഞ്ഞ് ചേക്കേറാൻ അരുതോ വലുതോ ആയിക്കോട്ടെ. ഇവരുടെയൊക്കെ ദീനി സ്ഥാപനം നമ്മുടെ നാട്ടിൽ കേരളത്തിൽ തുടങ്ങിയിട്ടുണ്ടോ അവിടെയൊക്കെ അത് വിജയിച്ചതാണ് ചരിത്രമെന്ന് നമുക്കറിയാൻ സാധിക്കും. അങ്ങനെ ഇത് എങ്ങനെയെങ്കിലും അത് വിജയിക്കും. പക്ഷേ അതിന് നമുക്ക് അവസരം കിട്ടാതെ പോകുന്നു എന്ന് നമ്മുടെ വലിയ നഷ്ടവും പരാജയവുമായിരിക്കും. അത് സംഭവിക്കാതിരിക്കാൻ നമ്മുടെ നാടിനെ നാളെയുടെ നല്ല പുലരിയെ ഉണ്ടാക്കിയെടുക്കാനുള്ള ഏറ്റവും നല്ല കർമ്മം, ഏറ്റവും നല്ല പ്രവർത്തനം, വളർന്നു വരുന്ന നമ്മുടെ പുത്രന്മാർ, അവരുടെ പുത്രപൗത്രന്മാർ, അവരൊക്കെ അടങ്ങുന്ന അടുത്ത തലമുറയും ദീനിന്റെ പേരിൽ ഇസ്സത്തോടുകൂടി നിലനിൽക്കാൻ, പരിശുദ്ധ ദീനിന്റെ റൂഹിനെ ഇവിടെ നിലനിർത്താൻ ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല മാർഗം ആരുടെയൊക്കെയോ ശ്രമം കൊണ്ട് നമ്മുടെ നാട്ടിൽ ഇതാ സംജാതമായിരിക്കുന്നു. ഇനി അതിനെ നിലനിർത്തുക എന്നത്, നമ്മളുടെ ഒരു അശ്രദ്ധ കൊണ്ട് അതിന് മന്ദീഭാവം സംഭവിച്ചു എന്ന് വരാതിരിക്കുക എന്നത്, നമ്മളുള്ള കാലത്ത് ദീനിന് ഇസ്സത്തിന് കോട്ടം വരാതിരിക്കുക എന്നത് ഒക്കെ നമ്മുടെ ബാധ്യതയാണ്. അള്ളാഹു അത് നോക്കിക്കാണുന്നുണ്ടാകും. ഒരു ബിസ്മി ചൊല്ലിയപ്പോ ഖബറിലെ ശിക്ഷ മുഴുവനും നീക്കിക്കൊടുത്ത കാരുണ്യവാനായ അള്ളാഹു നമ്മളെ കാണാതിരിക്കില്ല, നമ്മളുടെ മനസ്സിനെ കാണാതിരിക്കില്ല. ആ അള്ളാഹുവിന് വേണ്ടിയിട്ടുള്ള ഈ അർപ്പണത്തിന് നമുക്കൊക്കെയും തൗഫീഖ് നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ.